ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. മലയാള ബൈബിളിൽ, എൻ്റെ ബൈബിളിൽ പേജ് നമ്പർ 195, അല്ലെങ്കിൽ 3:30 മണി വരെ നമ്മളിവിടെ ഇരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. കിട്ടാത്തവർ ആ സ്ക്രീനിൽ നോക്കി, എന്നിട്ട് വെടി ഒച്ച പോലെ ശബ്ദം ഉയർത്തി. മിക്കവാറും വീട്ടിലെങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്, ആ ആരോഗ്യത്തോടെ ശബ്ദം ഉയർത്തി ഈ നല്ല ആത്മീയ ദൂതുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് നമുക്കിന്ന് പകൽ പ്രാപിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ കെണികൾ, കുടുക്കുകൾ, കെട്ടുകൾ അഴിയട്ടെ. പിന്നെയും സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധത്തിൻ്റെ ഒരു സെഷനായി ഈ സെഷൻ തീരട്ടെ. കഴിഞ്ഞ വെള്ളി ശനി അതാണല്ലോ ഈ ഹാളിൽ നാം അനുഭവിച്ചത്. സോ അതേ ഫ്ലേവർ തന്നെ വീണ്ടും എല്ലാ ദൈവജനത്തിൽ, എല്ലാ കുടുംബങ്ങളിൽ, എല്ലാ വിഷയങ്ങളിൽ ഒരു വിടുതൽ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാസിംഗനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നു. സഭയെ നയിക്കുന്നവൻ കർത്താവാണ്. സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്. സഭയെ നനഞ്ഞ തോട്ടമായി സൂക്ഷിക്കുന്ന കർത്താവാണ്. സഭയെ ഉണങ്ങിപ്പോകാതെ സംരക്ഷിക്കുന്നത് സഭയുടെ നാഥനാകുന്ന കർത്താവാണ്. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. റെഡി? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, അതാണ് നാം കേൾക്കുന്ന ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ട്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം. ആത്മീയ ജീവിതം ബന്ധനത്തിൻ്റെ ജീവിതമല്ല. ആത്മീയ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവവേദൻ്റെ ജീവിതം ഏതോ ശത്രുവിൻ്റെ ജയിലിൽ കിടക്കുന്നതല്ല, പകരം സ്വാതന്ത്ര്യമാണ്. ഒരു മെറ്റഫോർ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്നെടുത്താൽ, ഓപ്പൺ ജയിലായി കാണപ്പെട്ട, തുറന്ന ജയിലായി കാണപ്പെട്ട ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ച് പുറത്തെടുത്തു. അവനെ പുറത്തെടുത്തത് മരുഭൂമിയിൽ പട്ടുപോകാനല്ല, പകരം വാഗ്ദത്ത ദേശത്ത് അവർ എത്തുവാൻ വേണ്ടിയാണ്. ദൈവം കൃപയാൽ നിങ്ങളെ രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് പിന്നെയും വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ട് നിരാശയിലും ദുഃഖത്തിലും ജീവിപ്പാൻ അല്ല, പകരം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾ പ്രാപിച്ച് ജയത്തിൽ ജീവിപ്പാനാണ്. സോ ആത്മീയ ജീവിതം നിരാശയുടേത് അല്ല, ദുഃഖിക്കാനുള്ളതല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ അനുഭവിക്കേണ്ടതായ സുവിശേഷം സഫറിങ് ഗോസ്പൽ അല്ല. സ്തോത്രം. വേദനയുടെയും ദുഃഖത്തിൻ്റെയും സുവിശേഷം അല്ല, പകരം തേജസ്സിൻ്റെ സുവിശേഷമാണ്. തേജസ്സിൻ്റെ സുവിശേഷം. എങ്ങനെയാണ് ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടത്? ആ തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിന് ഒരു ക്രൂശീകരണം ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് എല്ലാ ശിഷ്യന്മാർക്കും ഒരു ക്രൂശുണ്ട്. കർത്താവ് പറഞ്ഞു, സ്തോത്രം, തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്നെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ കുരിശുണ്ട്, എനിക്ക് എൻ്റെ കുരിശുണ്ട്. പക്ഷേ ആ കുരിശുകളിൽ, ആ പ്രോബ്ലംസിൽ, ആ വെല്ലുവിളികളിൽ തീരുന്നതല്ല ജീവിതം. ഒരു ക്രൂശുണ്ടെങ്കിൽ അതിലൊരു റിസറക്ഷനുമുണ്ട്. ഒരു ക്രൂശുണ്ടെങ്കിൽ ഒരു ഉയർപ്പമുണ്ട്. കേട്ടോ? ആമേൻ പറഞ്ഞേ. ഒരു ക്രൂശുണ്ടെങ്കിൽ ഒരു ഉയർപ്പമുണ്ട്. അത് നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ നമുക്ക് ആ ജയം കിട്ടും. നോ 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 അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. അർത്ഥം, നിങ്ങളുടെ ശവപ്പെട്ടി പോകുന്നതിന് മുൻപ് ഈ ലോകത്തിൽ നിങ്ങൾ തോറ്റല്ല പോകുന്നത്, നിങ്ങൾ ജയിച്ചിട്ടാണ് പോകുന്നത്.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ സ്തോത്രം ആശ്ചര്യങ്ങളായി തീരും. നിങ്ങളുടെ തിന്മകൾ നന്മകളാകും. കാരണം സുവിശേഷം അത് ജയത്തിൻ്റെ സ്തോത്രം ശബ്ദമാണ്. ബൈബിൾ ജയത്തിൻ്റെ ശബ്ദമാണ്. സോ ക്രിസ്തീയ ജീവിതം അത് പരാജയമല്ല, ക്രിസ്തീയ ജീവിതം അത് ജയമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ഗദശമനയുണ്ട്, ഗോൽഗോത്തയുണ്ട്, ക്രൂശുണ്ട്, സ്തോത്രം സാത്താനുണ്ട്, ഗൂഢാലോചന നടത്തുന്നതായ മതശക്തികളുണ്ട്. ഇതെല്ലാം ഒരു വശത്തുണ്ടായിരുന്നപ്പോൾ യേശു ജയിച്ചതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഗദശമനകളും നിങ്ങളുടെ ക്രൂശും നിങ്ങളുടെ ഗോൽഗോത്തയും നിങ്ങളുടെ വെല്ലുവിളികൾ ഒക്കെ ഉള്ളപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കും ആ വിഷയങ്ങളുടെ മേൽ ജയമുണ്ട്. ആർക്കുമില്ലാത്ത പോരാട്ടം എനിക്കുണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ, ആർക്കുമില്ലാത്ത പോരാട്ടമുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ജയവുമുണ്ട്. പ്രസംഗിച്ച് ഇളക്കാനല്ല ഞാൻ നിൽക്കുന്നേ. നമുക്ക് ദൈവവചനം ഇന്ന് പകൽ പഠിച്ച് മുന്നേറാം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്രം. വിശ്വാസ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് വിചാരിച്ച് എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്നല്ല ബൈബിൾ പറയുന്നത്. നോ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. അച്ചടക്കമില്ലാത്തതല്ല നാവിന്, പ്രവൃത്തിക്ക്, ജീവിതത്തിന് അച്ചടക്കമില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഉള്ളവനാണ്, അച്ചടക്കമുള്ളവനാണ്. സ്തോത്രം. അതെ, ഒരു ക്രിസ്ത്യാനി അച്ചടക്കമുള്ളവനാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു തുയ്യ പൈതൽ. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ സ്തോത്രം സ്പീഡിൽ ഓടിക്കുന്നത് ആക്സിലേറ്റർ ഉള്ളത് കൊണ്ടോ ഡീസൽ ഉള്ളത് കൊണ്ടോ അല്ല, ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ്. പോയി സ്തോത്രം. ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് വാഹനം സ്തോത്രം വേഗത്തിൽ ഓടിക്കുന്നത്. ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മൾ പറയും നോ, ഇതെനിക്കുള്ളതല്ല, ഞാനിത് എടുക്കത്തില്ല എന്നതുപോലെ ആത്മീയ ജീവിതത്തിന് ഒരു അച്ചടക്കമുണ്ട്. പക്ഷേ ആ അച്ചടക്കമുള്ളതായ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, യേശുവിൻ്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ ഒരിക്കലും അത് ബന്ധനത്തിൻ്റെ ജീവിതമല്ല, പകരം അത് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം. പണ്ട് മലയാളം മീഡിയം പഠിച്ചവരെല്ലാം എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, മലയാളം മീഡിയം പഠിച്ചവർ ബന്ധന കഞ്ചന കൂട്ടിനാണെങ്കിലും രണ്ടാം ക്ലാസ്സിലേക്ക് സ്വാഗതം. കമാൻ, ഹല്ലേലൂയ. സോ കാഞ്ചനക്കൂട്ട്, സ്വർണ്ണ സ്തോത്രം കൂട്ടിലിട്ടാലും അത് ബന്ധനം തന്നെയാണ് എന്നാണ് രണ്ടാം ക്ലാസ്സിൽ ആ പങ്കി ടീച്ചർ പഠിപ്പിച്ചതുപോലെ. കമാൻ, നിങ്ങളുടെ ടീച്ചർ വേറെ ആയിരിക്കും. സ്തോത്രം മനസ്സിലാക്കി. ഏതോ കൂട്ടിനകത്തിട്ട് നിന്നെ കഷ്ടപ്പെടുത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. ലെറ്റ് മീ ടെൽ യു, സ്തോത്രം. അതെ, ഞാൻ പറയട്ടെ, ഫറവോൻ നിന്നെ വാഴാൻ പാടില്ല, നെബൂഖദ്നേസർ നിന്നെ പീഡിപ്പിക്കാൻ പാടില്ല, ഹെരോദ് നിന്നെ കൊല്ലാൻ പാടില്ല, ലൂസിഫർ നിന്നെ തകർക്കാൻ പാടില്ല. കാരണം നീ അവരുടെ ആരുടെയും സ്വത്തല്ല, നീ ദൈവത്തിൻ്റെ സ്വത്താണ്. അതുകൊണ്ട് നിരാശകളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, പാരമ്പര്യ ബന്ധനങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങളാകട്ടെ, ദുഷ്ട മനുഷ്യരാകട്ടെ, നോവേ, ഇവർക്കാർക്കും റൊണാൾഡോയും മെസ്സിയും തട്ടിക്കളിക്കുന്ന പന്ത് പോലെ ഒരു വിഷയത്തിനും നീ തട്ടിക്കളിക്കുന്നവനല്ല. പകരം നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്നരുളി ചെയ്ത ദൈവം ഒരു സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ബന്ധനം എന്നല്ല ബൈബിൾ പറയുന്നത്, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, സ്വാതന്ത്ര്യം. പക്ഷേ സ്തോത്രം, സ്വാതന്ത്ര്യത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ബന്ധനങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ ബി കെയർഫുൾ. സ്തോത്രം. ആ ബന്ധനങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടാതെ ക്രിസ്തുവിലുള്ളതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് ബന്ധനങ്ങൾ കടന്നു വരാതെ, ബന്ധനങ്ങൾക്കായി ഏൽപ്പിക്കപ്പെടാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം ഇന്നത് എന്ന് മനസ്സിലാക്കി ആത്മാവിൽ നടക്കുമ്പോൾ ആ ഓരോ നടപ്പും അല്ലെങ്കിൽ ഓരോ ദിവസവും ബന്ധനത്തിൻ്റെ ജീവിതമല്ല, പകരം ക്രിസ്തുവിലുള്ളതായ സ്വാതന്ത്ര്യമായിരിക്കും. കേക്ക്, there is a vast difference. ക്രിസ്തുവിൽ വന്നതിന് ശേഷവും ക്രിസ്തുവിൽ വന്നിരുന്നതിന് മുൻപും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിൽ വന്നതിന് ശേഷവും ക്രിസ്തുവിൽ വരുന്നതിന് മുൻപും വലിയ വ്യത്യാസമുണ്ടെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ പിശാചിൻ്റെ അടിമകളാണ്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ പിശാചിൻ്റെ അടിമകളാണ്. പക്ഷേ ക്രിസ്തുവിൽ വന്നതിന് ശേഷം നിങ്ങൾ അധികാരികളാണ്. പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ
അവൻ അധികാരം നൽകിയിരിക്കുന്നു. സോ ആത്മീയ ജീവിതം അധികാരമാണ്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമയാണ്. ക്രിസ്തുവിൽ വന്നതിന് ശേഷം അധികാരികളാണ്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചു. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കൾ യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവെ ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ സാത്താൻ അനുസരിക്കുന്നു, ദുരാത്മാക്കൾ അനുസരിക്കുന്നു. ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് പിശാച് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ സാത്താൻ അനുസരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ നിങ്ങളെ ബന്ധിച്ചു. പക്ഷെ ക്രിസ്തുവിൽ വന്നപ്പോൾ ഉൾട്ട, നേരെ തിരിച്ച്. സ്തോത്രം, കാര്യങ്ങൾ മാറി. കണ്ണു തുറന്ന് കേൾക്ക്. സ്തോത്രം. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ നിങ്ങളെ ബന്ധിച്ചു. എന്നാൽ ക്രിസ്തുവിൽ വന്നതിന് ശേഷം യേശു പറഞ്ഞു, whatever you bind on this earth that will be bound in heaven. ഭൂമിയിൽ എന്താണോ നിങ്ങൾ കെട്ടപ്പെടുന്നത് അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. സ്വർഗത്തിൽ കെട്ടപ്പെടുന്നത് ഭൂമിയിലും കെട്ടപ്പെടും. സ്തോത്രം. ദാറ്റ് മീൻസ് അതെ, സ്തോത്രം. ക്രിസ്തുവിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കും, നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും. ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് സാത്താൻ നിങ്ങളെ ബന്ധിച്ചു, എന്നാൽ ഇനിമേലാൽ അവന് നിങ്ങളെ ബന്ധിപ്പാൻ കഴിയത്തില്ല. സോ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ വലിയ വ്യത്യാസമാണ് ദൈവകൃപയാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ നിങ്ങളുടെ തലയിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ നിങ്ങളെ ഭരിച്ചു നടത്തി. എന്നാൽ ക്രിസ്തുവിൽ വന്നതിന് ശേഷം സാത്താൻ നിങ്ങളുടെ തലയിലല്ല, സാത്താൻ നിങ്ങളുടെ തോളത്തല്ല, സാത്താൻ നിങ്ങളുടെ മടിയിലല്ല. സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അന്ധകാര ശക്തിയെ ചവിട്ടി താഴ്ത്തി ജയമെടുത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പോരാട്ടമല്ല ക്രിസ്തുവിൽ വന്നതിന് ശേഷം വലുത്. ക്രിസ്തുവിൽ വന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ പൈതലായി ജീവിക്കുന്നവൻ പറയും, പോരാട്ടമല്ല വലുത്, മന്ത്രവാദമല്ല വലുത്. അതുണ്ടായിരിക്കാം, പക്ഷേ അതിന് എന്നെ തൊടുവാൻ കഴിയത്തേ ഇല്ല. കാരണം കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം, ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് ആത്മീയ ജീവിതം ആയിരിക്കുന്നത്. മെസ്സിയായുടെ അനോയിന്റിംഗ് നോക്കുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷയെ നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, ലൂക്കോസ് 4:18 ആണെങ്കിലും യെശയ്യാ പ്രവചനം 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണെങ്കിലും അതിൽ 9 കാര്യങ്ങളാണ് മെസ്സിഹായുടെ അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കും. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്നതാണ് കർത്താവിൻ്റെ ജോലി അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ. സഹോദരങ്ങളെ, എന്തെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ, രോഗങ്ങളാകട്ടെ, ബന്ധനങ്ങളാകട്ടെ, മറ്റു വെല്ലുവിളികളാകട്ടെ, ഏതെങ്കിലും കാര്യം നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. സുവിശേഷത്തിനൊരു ടൈമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സുവിശേഷത്തിനൊരു സമയമുണ്ട്. ഒരിക്കൽ കൂടെ, വിശ്വാസത്തിനൊരു ടൈമുണ്ട്. പ്രത്യാശ നാളെ നാളെ എന്ന് പറയുമ്പോൾ വിശ്വാസം നാളെ എന്ന് പറയുന്നില്ല. വിശ്വാസം now, ഇപ്പോൾ സംഭവിക്കുന്നതാണ് വിശ്വാസം. സുവിശേഷത്തിനൊരു ടൈമുണ്ട്. സുവിശേഷത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ സുപ്രസാദകാലം. സ്തോത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എപ്പോൾ 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 ഇപ്പോഴാണ് വിടുതൽ, ഇപ്പോഴാണ് ബന്ധനങ്ങൾ തകരുന്നത്. പോയിട്ട് അടുത്ത ഞായറാഴ്ച വാ, അല്ലെങ്കിൽ 3 ഞായറാഴ്ച വന്ന. ഇത് ബാലരാമപുരമല്ല, ഇത് വെട്ടുകാടല്ല, ഇത് യേശുവിൻ്റെ ഇത് 4 വെള്ളിയാഴ്ച 3 മാസം വരുമ്പോൾ ഘട്ടം ഘട്ടമായി വിടുതലുണ്ടായിരിക്കും. അങ്ങനെ ഒരു പരിപാടിയില്ല. ഘട്ടം ഘട്ടമായി ഗഡുക്കളായി കൊടുക്കുന്നത് ഇവിടെയല്ല, ഇതിന് ഓപ്പോസിറ്റുള്ള LICയിലാണ്. എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് കുറേച്ച കഴിഞ്ഞ ആഴ്ച മുറിച്ച മറ്റേ ക്രിസ്മസ് കേക്ക് പോലെ ഘട്ടം ഘട്ടമായി കുറേച്ച തള്ളുന്നവനല്ല യേശു. അവൻ ഒറ്റ വാക്ക് പറഞ്ഞു,
ഗദരദേശത്തെ കർത്താവ് ചെന്ന് 6000 ഭൂതമുള്ള ചെറുക്കൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ നിനക്ക് ഘട്ടം ഘട്ടമായി കുറേശ്ശെ ഗഡുക്കളായി നിൻ്റെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ വന്ന് മേടിച്ചോളാം എന്നല്ലേ. ഖമാണ് ഞാൻ ആരോട് എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് വന്ന് ഒറ്റ വാക്ക് പറഞ്ഞു. യേശു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ 6000 ഭൂതം ഇറങ്ങിപ്പോയി. ലോക്കൽ ഉപദേശിയല്ല, യേശു പറഞ്ഞപ്പോൾ അത് തിരിച്ചു കയറിയില്ല. എന്നേക്കുമായി അത് ഇറങ്ങിപ്പോയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴാണ് വിടുതൽ. ബന്ധനങ്ങൾ തകരും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ആരൊക്കെയോ വിടുതൽ പ്രാപിക്കും ഈ മീറ്റിംഗ് കഴിയുമ്പോൾ. ഏതൊക്കെയോ ചങ്ങലകൾ, നുകങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പൊളിയപ്പെടും, തകർക്കപ്പെടും. പ്രാർത്ഥനയോടെ ഇരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൂട്ടർ ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഒന്ന്, സ്തോത്രം വിടുതൽ ആഗ്രഹിച്ച് ഇരിക്കുന്നവർ, വിടുതൽ ആഗ്രഹിച്ച് എത്തിയവർ, ഇല്ലെങ്കിൽ ആരെയോ വിടിപ്പിപ്പാനായി നിയോഗമുള്ളവർ. വിടുതൽ ആഗ്രഹിച്ചെത്തിയവർ, ആരെയോ തൊടുമ്പോൾ, ആരോടോ ആരുടെ മേലോ കൈവയ്ക്കുമ്പോൾ അവരിലേക്ക് വിടുതലിൻ്റെ സാന്നിധ്യം പകരുന്നവർ. കാരണം അഭിഷേകത്തിലും കൃപയിലും നിൽക്കുന്ന ഒരു കൂട്ടം ദൈവജനം എൻ്റെ മുൻപിലുണ്ട്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യം. നേരെ തിരിച്ച് നമുക്ക് കേൾക്കാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബന്ധനം ഉണ്ടാകുവാൻ ഉള്ളതായ കാരണങ്ങൾ എന്താണ്? നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നാം അറിയുന്നില്ലെങ്കിൽ, നാം ഇഗ്നോറൻസിൽ, നമ്മൾ അറിവില്ലായ്മയിൽ ജീവിക്കുന്നെങ്കിൽ ബന്ധനങ്ങൾ കൊണ്ടുവരുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറിയാവുന്നവയായിരിക്കാം, അറിയാത്തവയായിരിക്കാം. യേശു കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ ബന്ധനങ്ങൾ ലൈഫിൽ കടന്നു വരുവാൻ സാധ്യമായ ഒരു ഓപ്പൺ ഡോർ, ഒരു കാര്യം യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 8:34. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനല്ല പാപത്തിൻ്റെ ദാസനാകുന്നു. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ആ വാക്യം വായിച്ച്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനല്ല പാപത്തിൻ്റെ ദാസൻ ആകുന്നു. നമ്പർ 1, ഒന്നാമതായി ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പാപം നിമിത്തമാണ്. അത് വ്യഭിചാരമായിരിക്കാം, അത് പോർണോഗ്രാഫി ആയിരിക്കാം, അത് സ്തോത്രം, അത് മദ്യപാനമായിരിക്കാം, അത് ദൂഷണങ്ങളായിരിക്കാം, വലുതായിരിക്കാം, ചെറുതായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ജൂനിയർ പാപവും സീനിയർ പാപവും ഇല്ല. ദൈവത്തിൻ്റെ മുൻപിൽ വലിയ പാപവും ചെറിയ പാപവും ഇല്ല. ദൈവത്തിൻ്റെ മുൻപിൽ പാപം തന്നെയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ പാസ്റ്റർ പാപം ചെയ്താലും പാപമാണ്, വിശ്വാസി പാപം ചെയ്താലും പാപമാണ്, സഭയ്ക്ക് പുറത്തു കിടക്കുന്നവൻ പാപം ചെയ്താലും പാപമാണ്. പാപം ഒരിക്കലും സ്തോത്രം നിനക്ക് നന്മ തരുന്നില്ല. റോഡിൽ ഹൈവേയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് ത്രില്ല് ചെയ്യും, പിന്നെ അവസാനം കില്ല് ചെയ്യും, നിന്നെ കൊന്നുകളയും. ഇതുപോലെ പാപം നിന്നെ ഇന്ന് രസിപ്പിച്ചാൽ നാളെ തകർക്കുന്നതാണ് പാപം. ഈ തലമുറയിൽ, ഈ ദിവസങ്ങളിൽ പുൽപ്പുറ്റുകളിൽ നിന്ന് വളരെ കുറച്ച് കേൾക്കുന്ന ഒരു പദമാണ് പാപം. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പ്രോസ്പിരിറ്റിയാണ്, സമൃദ്ധിയാണ്, അനുഗ്രഹമാണ്, ഉണർവാണ്, അഭിഷേകമാണ്, അങ്ങനെയുള്ള പല പദങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കുക, നിന്നെ സ്പീഡ് ബോട്ടായി ഓടേണ്ട, നിന്നെ സ്പീഡ് ബോട്ടായി മുന്നിലേക്ക് അതേ കുതിക്കേണ്ട നിന്നെ കൊതുമ്പ് വള്ളമായി നിന്റെ സ്പീഡിനെ കുറയ്ക്കുന്നത്, നിന്നെ എത്തേണ്ട സ്ഥാനത്തെ എത്തിക്കാതെ പിശാച് തളച്ചിട്ടിരിക്കുന്ന കാര്യമാണ് പാപം. എന്നാൽ ആ കയർ എപ്പോഴാണോ അഴിച്ചുവിടുന്നത്, അപ്പോഴാണ് എത്തേണ്ട സ്ഥാനത്ത് ദൈവകൃപയാൽ നിനക്ക് എത്തുവാൻ തക്കണം കഴിയുന്നത്. ഹല്ലേലൂയ. യുദ്ധക്കുതിരയായി ശത്രുവിൻ്റെ പാളയത്തെ തകർത്ത് മുന്നേറേണ്ട സഭയെ, അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ, വിശ്വാസികളെ യുദ്ധക്കുതിരകളായി ശത്രുവിൻ്റെ പാളയത്തെ തകർത്ത് മുന്നേണ്ടവരെ ഭാരം കയറ്റിയ ഒരു കഴുത പോലെ നിന്റെ മൂർച്ചയെ, നിന്റെ അധികാരത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ സ്തോത്രം, അതി നന്മയെ എത്താൻ കഴിയാതെ നിന്നെ തളച്ചിട്ടിരിക്കുന്നതാണ് പാപം. തിരുവചനം പറയുന്നു, എസെക്കിയേൽ 18-ാം അധ്യായം വായിക്കുമ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾക്കറിയാം, റോമാലേഖനത്തിൽ പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് വേദപുസ്തകം പറയുന്നു. അർത്ഥം സ്തോത്രം, പാപം നിനക്ക് നാശമാണ് കൊണ്ടുവരുന്നത്. ചിന്തയിലാകട്ടെ,
വാക്കിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, രഹസ്യത്തിലാകട്ടെ, പരസ്യത്തിലാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന പാപം നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധനത്തെ കൊണ്ടുവരുന്നു. ബസ്സിൽ കയറിയവർ കരങ്ങൾ ഉയർത്തിയാട്. ബസ്സിൽ കയറിയവർ കരങ്ങൾ ഉയർത്തിയാട്. ബസ്സിൽ എങ്ങനെയാണ് കയറിയത്? വീട്ടിൽ നിന്നൊരു ഏണി കൊണ്ടുവന്ന് അതേ കൂര പൊളിച്ചല്ല ബസ്സിനകത്തേക്ക് നിങ്ങൾ കയറിയത്. അതിലൊരു ഫുട്ബോർഡുണ്ട്. ആ ഫുട്ബോർഡിലൂടെയാണ് സ്തോത്രം അതെ നമ്മൾ ഉള്ളിലേക്ക് കയറിയതുപോലെ സാത്താൻ ബന്ധനങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഫുട്ബോർഡാണ് പാപം എന്ന് പറയുന്നത്. പാപം ഇല്ലാത്തതായ ഒരു വ്യക്തിക്ക് ശത്രുവിന് സ്തോത്രം ശത്രുവിന് ആക്സസ് ഇല്ല. ശത്രുവിന് ഒരിക്കലും നിങ്ങളെ പ്രവേശിപ്പാൻ കഴിയത്തില്ല. യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനെ നോക്കി പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെ ഒരു ചരക്കും എൻ്റെ ഗോഡൗണിൽ ഇല്ല. സ്തോത്രം. ഒറിജിനൽ ടെക്സ്റ്റ് അങ്ങനെയാണ് പറയുന്നത്, അവന് എന്നോട് ഒരു കാര്യവുമില്ല. വിശ്വാസത്തിൻ്റെ നായകനായ യേശു പറഞ്ഞു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. ആ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. ഓ കമാൻ, കേട്ടില്ല. ആ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. ഇതാ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ വരുന്നു, അവൻ്റെ ചരക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്താ മിണ്ടാത്തത്? കമാൻ, നിങ്ങൾ വീശിയെടുത്ത ബന്ധിക്കോസുകാരായിരിക്കാം, ആവരണം മാറ്റിയ ബന്ധിക്കോസുകാരായിരിക്കാം, നിങ്ങൾ ഈ അടുത്ത സമയത്ത് സ്നാനപ്പെട്ടവരായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഫ്രീഡം, ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ പാപം നിന്റെ ലൈഫിൽ ഇല്ലാതിരിക്കണം. നിന്റെ ചിന്തയിൽ, നിന്റെ വാക്കിൽ, നിന്റെ കൊടുക്കൽ വാങ്ങലിൽ, നിന്റെ ജീവിതത്തിൽ സ്തോത്രം പാപം ഇല്ലയോ, ലൈഫ് രക്ഷപ്പെട്ടു. ആരോ ഇന്ന് പകൽ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ആരോ ഇന്ന് പകൽ വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട്. ആരോ ഇന്ന് പകൽക്കാലം പാപത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ മീഡിയ ടീമിൻ്റെ ഹെറോൾഡ് ജോയ് ബ്രദറും ഞാനും സ്തോത്രം അതെ അടുത്ത അല്ലെങ്കിൽ ഞങ്ങളെ അടുപ്പിച്ചതായ ഒരു സംഭവം ഉണ്ടായി. പത്തനാപുരത്തിനടുത്ത് വെച്ച് ഒരു കൺവെൻഷൻ നടക്കുക. ആ മീറ്റിങ്ങിന് ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോറി. ആ സ്റ്റോറിയാണ് സ്തോത്രം ഞങ്ങളെ അടുപ്പിച്ചത്. പുള്ളി അത് മാത്രം കട്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തു, ഞാൻ പോലും അറിയാതെ. എത്രയോ ആൾക്കാർ കണ്ടു, എല്ലാവരും കേട്ടു. ഇതാണ് ആൾറോഡ് റോൾസൺ എന്ന് പേരുള്ളതായ ഒരു ട്രക്കർ, ഒരു സ്തോത്രം പർവ്വത ആരോഹണൻ അമേരിക്കയിലുണ്ട്. ആൾറോഡ് റോൾസൺ സ്തോത്രം അത് ഗ്രാമങ്ങളെ പട്ടണങ്ങളെ വിട്ട് അകലെയുള്ളതായ ഏതെങ്കിലും മലകളിലേക്ക് ഓടിക്കയറി അദ്ദേഹം ഇങ്ങനെ മലകളിൽ കയറും. അത് അദ്ദേഹത്തിൻ്റെ രസമാണ്. അപ്പോൾ ഈ മല കയറ്റത്തിന് വേണ്ടി, ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നവൻ അതിന് പ്രത്യേക സജ്ജീകരണങ്ങളിലൂടെയാണ് പോകുന്നത്. സാധാരണ ബെൽറ്റ് മാത്രമല്ല, ചില പ്രത്യേക ബെൽറ്റുകളും, അതിൽ ആഹാരമുണ്ട്, വെള്ളമുണ്ട്, കത്തികളുണ്ട്, മറ്റ് സാമഗ്രികളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ആൾറോഡ് റോൾസൺ അങ്ങനെ ഒരു ദിവസം സ്തോത്രം ഗ്രാമത്തിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന് ഒക്കെ അകന്ന് മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തതായ ഒരു മലകളിലേക്ക് താൻ ഓടിക്കയറി. കഷ്ടകാലത്തിൻ്റെ തൻ്റെ കാൽ വഴുതി 2 പാറകളുടെ ഇടയിൽ താൻ ഇടിഞ്ഞു വീണു. തൻ്റെ സ്തോത്രം വലത് കൈ, തൻ്റെ കൈ സ്തോത്രം 2 പാറകളുടെ ഇടയിലായി പോയി. താൻ വലിച്ചിട്ട് ആ കൈ പുറത്തു വരുന്നില്ല. അവിടെ താൻ സ്റ്റക്കായി കിടന്നു. വേറെ ആർക്കും അറിയത്തില്ല, സുഹൃത്തുക്കൾ ആരുമില്ല, സ്തോത്രം ആരും തന്നെ കണ്ടവരില്ല. ചുറ്റുപാട് നിർജ്ജന പ്രദേശമാണ്. അമേരിക്ക വലിയൊരു രാജ്യമാണല്ലോ. സ്തോത്രം ഇന്ത്യയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ രാജ്യത്തിൽ ആൾ താമസമില്ലാത്ത ആ സ്ഥലത്ത് തൻ്റെ കൈ ഇതാ 2 പാറകളുടെ ഇടയിൽ സ്റ്റക്കായി കിടന്നു. വലിച്ചെടുത്ത് നോക്കിയിട്ട് പുറത്ത് വരുന്നില്ല. നല്ല ദാഹം തോന്നി. ഈ കുഞ്ഞ് വെള്ളം കുടിക്കുന്നത് പോലെ അദ്ദേഹം കുറച്ച് നേരം വെള്ളം കുടിച്ചു. ഉണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ കുറഞ്ഞു വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്തോത്രം ആ വിശന്നിരിക്കുന്ന ആൻറ്റി എന്തോ കഴിക്കുന്നത് പോലെ സ്തോത്രം ആ വിശന്നിരുന്നതായ ആൾറോഡ് റോൾസൺ ഈ കൈ ഇവിടെ സ്റ്റക്കായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുണ്ടായിരുന്നതായ സാൻഡ്വിച്ച്, സ്തോത്രം ആ സാൻഡ്വിച്ച് കഴിച്ചു. പക്ഷെ പെട്ടെന്ന് ഞെട്ടലോടെ തന്നോർത്ത് വെള്ളം തീരാൻ പോകുന്നു, ആഹാരം തീരാൻ പോകുന്നു. പുറത്തു നിന്ന് നോക്കിയ ഈ 2 പാറകളുടെ ഇടയിൽ ഞാൻ സ്റ്റക്കായി കിടക്കുന്നത് പുറം ലോകത്ത് ആർക്കും കാണുവാൻ കഴിയത്തില്ല. വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ, ഒന്നുമില്ലാതെ ഞാനിവിടെ കിടന്ന് ചാകാൻ പോകുകയാണ്. പുറം ലോകം ആരും അറിയത്തില്ല, എൻ്റെ മൃതശരീരം പോലും ആരും കാണത്തില്ല. സ്തോത്രം. കൈ 2 പാറകളുടെ ഇടയിലായിപ്പോയി. ഈ കൈ പുറത്തു വരുന്നില്ല. ഈ കൈ ഇത്രയും കാലം എനിക്ക് അനുഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ കൈ എനിക്ക് ഇടർച്ചയാണ്. ഇപ്പോൾ ഇത്രയും കാലം ഈ കൈ എനിക്ക് അനുഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ കൈ എന്നെ റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കൈ എന്നെ സ്റ്റക്കാക്കിയാണ്, എനിക്ക് ഇടർച്ചയാണ്. താൻ പെട്ടെന്നോർത്ത് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയുണ്ട്. ഈ കത്തിയെടുത്ത് ഈ കൈ മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. എന്താ ചെയ്തത്? ധൈര്യം സംഹരിച്ച്
നിങ്ങളുടെ മുഖങ്ങൾ ചുളുങ്ങുന്നത് പോലെ തൻ്റെ മുഖം ചുളുങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഇവിടെ കിടന്ന് ചാകുന്നതിനേക്കാൾ 2 കൈയുള്ളവനായി ചാകുന്നതിനേക്കാൾ 2 കൈയുള്ളവനായി ചാകുന്നതിനേക്കാൾ 1.5 കൈയുള്ളവനായി വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ അതാണ് നല്ലത്. 2 കൈയുള്ളവനായി ചാകുന്നതിനേക്കാൾ 1.5 കൈയുള്ളവനായി ജീവിക്കുന്നെങ്കിൽ അതാണ് നല്ലത്. തൻ്റെ അരയിലുണ്ടായിരുന്നതായ കത്തിയെടുത്ത് ആ സ്കിന്ന്, ആ തോലിനെ താൻ കട്ട് ചെയ്തു. നല്ല വേദനയാണ്. മാംസം കട്ട് ചെയ്തു, ഞരമ്പ് മുറിഞ്ഞു, അസ്ഥിയും മുറിഞ്ഞു, മജ്ജ മുറിഞ്ഞു. സ്വന്തമായി അനസ്തീഷ്യ ഇല്ലാതെ സ്തോത്രമായ കയ്യെ മുറിച്ച് കളഞ്ഞ് രക്തത്തിൽ കുളിച്ച് ആ മനുഷ്യൻ സ്തോത്രം ഗുഹ പോലെയുള്ള ആ 2 പാറകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഏകദേശം 3 മൈൽ നടന്നപ്പോഴേക്കും ആൾക്കാർ തന്നെ കണ്ടു. ഇന്ത്യ അല്ല, അമേരിക്കയാണ് സ്ഥലം. അവർ പെട്ടെന്ന് ഫോൺ ചെയ്തു, ആ രക്തത്തിൽ കുളിച്ച ഒരു മനുഷ്യൻ വേച്ച് നടക്കുന്നു. ഹെലികോപ്റ്റർ, മെഡിക്കൽ ടീം എത്തി. ഹെലികോപ്റ്ററിൽ ആ മനുഷ്യനെ സ്തോത്രം അത് പിക്ക് ചെയ്തു. അദ്ദേഹത്തെ ഏറ്റവും അടുത്ത നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഭാഗ്യം, തനിക്ക് ബ്ലഡ് കയറ്റി രക്ഷപ്പെട്ടു. സ്തോത്രം. ആൾറോൺ റോഡ്സൺ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ നല്ല സ്റ്റോറി ഹോളിവുഡ് സിനിമയും ആയിത്തീർന്നു. ഗൂഗിളിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ ഫിലിം നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. എങ്ങാണ്ട് പാറയിൽ തൻ്റെ കൈ സ്റ്റക്കായിരുന്നു. പക്ഷെ താൻ മുറിച്ച് കളഞ്ഞപ്പോൾ താൻ രക്ഷപ്പെട്ടതുപോലെ. യുവാവേ, യുവതിയെ, ദേവദാസിയെ, ആൻറ്റിയെ, അങ്കിളെ, എന്താണ് നമ്മെ സ്റ്റക്കാക്കിയിട്ടിരിക്കുന്നത്? ഏതവളാണ് ഇന്ന് പകൽക്കാലം നമ്മളെ ഏതാണ് നിന്നെ സ്റ്റക്കാക്കിയിട്ടിരിക്കുന്നത്? നിന്റെ പഠനത്തിനെതിരെ, നിന്റെ വിശുദ്ധ ജീവിതത്തിനെതിരെ, നിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ എന്താണ് നിന്നെ തടയുന്നത്? നാളെയല്ല, ഇന്ന് പകൽക്കാലം വചനമെന്ന ഈ വാളിനെ എടുത്ത് അതിനെ മുറിച്ചു മാറ്റിയിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൽ കിടന്ന് തൊലയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപത്തിൽ കിടന്ന് തൊലയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു ദൈവിക ലക്ഷ്യമുണ്ട്. എനിക്കിത് വേണ്ട. ഇതെനിക്ക് നന്മയല്ല, ഇതെനിക്ക് അനുഗ്രഹമല്ല. ദൈവകൃപയാൽ ദൈവസഭയിൽ ഇന്ന് ശോഭിക്കുന്ന ഏത് ദൈവദാസൻ ആരെ നോക്കിയാലും അവർ പലതിനെ നോക്കി നോ പറഞ്ഞത് കൊണ്ടാണ്. യേശുവിൻ നാമത്തിൽ ദൈവം അവരോട് കൂടെ ഇരിക്കുന്നത്. ആ ലിസ്റ്റിൽ കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നു. കമോൺ, ആ ലിസ്റ്റിൽ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നീ എങ്ങാണ്ട് സ്റ്റക്കായിരിക്കേണ്ടവനല്ല, എവിടെയോ കിടന്ന് തൊലയേണ്ടവനല്ല. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദലീലമാരുടെ മടിയിൽ കിടന്ന് കണ്ണുപൊട്ടനായി തൊലയേണ്ടവനല്ല. ദലീലമാരുടെ മടിയിൽ കിടന്ന് പിശാചിൻ്റെ അതേ പാളയത്തിൽ കളിപ്പാട്ടമാകേണ്ടവനല്ല അഭിഷിക്തൻ. കമോൺ, ശത്രുവിൻ്റെ പാളയത്തിൽ കളിപ്പാട്ടം പരസ്യകോലമാകേണ്ടവനല്ല നീ. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, ജീവനം സമൃദ്ധിയായ ജീവിതമുണ്ട്. പകൽക്കാലം അറുത്ത് മാറ്റേണ്ടതിന് അറുത്ത് മാറ്റ്. നിന്റെ ഗേൾ ഫ്രണ്ടിന് നീ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. അയ്യോ, ഒരു തീവ്രവാദി പ്രാസിംഗിന് മുമ്പിലാണ് ഇന്ന് പകൽക്കാലം ചെന്ന് കയറിയത്. പുലിമടയിൽ ചെന്നതുപോലെ നമ്മളെ ഈ പരിപാടി തുടർന്നാൽ ജീവിതം ഇതോടെ തീരും. നമ്മളെ ഈ പരിപാടി തുടർന്നാൽ ഭാവി ഇതോടെ തൊലയും. നമ്മളെ ഈ പാപ ജീവിതത്തിൽ തുടർന്നാലേ ജീവിതം ഇതോടെ തകർക്കപ്പെടും. അതുകൊണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതേ ആ പാപത്തിൽ നിന്ന് 20 ഡിഗ്രി അല്ല 30 ഡിഗ്രി അല്ല, പകരം in Jesus name on 90 turn, you turn. വടക്കോട്ടോട് നമ്മൾ തെക്കോട്ട് തിരിയുന്നത് പോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാപമാണോ അതിനോട് യുദ്ധം ചെയ്യും. പാപമാണോ പ്രാണത്യാഗത്തോടെ എതിർത്തുന്നില്ല. എന്താ മിണ്ടാത്തേ? ഞാനൊന്നും അപരാധം പറയുന്ന പോലെ. പാപമാണോ നിന്റെ നോട്ടത്തിൽ? പാപമാണോ നിന്റെ ഫോണിൽ? പാപമാണോ നിന്റെ ലാപ്ടോപ്പിൽ? പാപമാണോ നിന്റെ ചിന്തയിൽ, നിന്റെ ബുദ്ധിയിൽ? പാപമാണോ ജോലി സ്ഥലത്ത്? പാപമുണ്ടോ സഹോദര? ഓഫീസിൽ പാപമുണ്ടോ സഹോദരി? സഭയിൽ പാപമുണ്ടോ? ജീവിതത്തിൽ പാപമുണ്ടോ? വരുത്തുകളാ, പാപം നിന്നെ ബന്ധിക്കുന്നു. പ്രസംഗം കേട്ട് തലയാട്ടുന്നത് കൊണ്ട് വിടുതൽ നടക്കത്തില്ല. പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിച്ചു, ഞാനും കൈയടിച്ചു എന്നല്ല. പകരം തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് പറ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്, തൻ്റെ ലംഘനങ്ങളെ പലരും സ്തോത്രം കാട്ടത്തി ഇല പോലെ അന്യഭാഷയിൽ പാപത്തെ അങ്ങ് മറയ്ക്കും, വചനത്തിൽ പാപത്തെ അങ്ങ് മറയ്ക്കും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. പറ, നിന്റെ പേരെന്താണ്? പറ.
പറ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്ന. പക്ഷേ നമുക്ക് തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. പറ, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താ? പറ. യാബോക്ക് കടവിൽ ഇറങ്ങി എന്ന് പറയാ. പറ, നിന്റെ പേരെന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ മാനിക്കാം, ഞാൻ നിനക്ക് ഡിഗ്രി തരാം, ഞാൻ നിനക്ക് ജോലി തരാം, ഞാൻ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാം. പക്ഷേ ഞാൻ നിന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അടുത്ത വാതിൽ തുറക്കാൻ, നിന്റെ അപ്പനും അമ്മയും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹം ഞാൻ നിനക്ക് തരാൻ. പക്ഷേ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. പറ, പറ, നിന്റെ പേരെന്നാ? നിന്റെ പേരെന്നാ? നിന്റെ പേരെന്നാ? നീ ഈ ആത്മീയതയൊക്കെ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടുകാരെയും കളിപ്പിച്ച് ഇങ്ങനെ നടക്കുക. പക്ഷേ ഭൂമിയിലുള്ളവരെ നിനക്ക് കളിപ്പിക്കാം, എന്നെ കളിപ്പിക്കാൻ കഴിയത്തില്ല. പറ, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്ത്? പൊട്ടക്കണ്ണൻ നിന്റെ അപ്പൻ ഇസഹാക്കിനെ നീ പറ്റിച്ചതാ. ഇസഹാക്കിൻ്റെ മുമ്പിൽ മറ്റേ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഇട്ട്, ചേട്ടൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ഇട്ട് രക്തത്താൾ ചെയ്യും. സ്തോത്രം. ജ്യേഷ്ഠ സഹോദരൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അപ്പനെ നീ പറ്റിച്ചതാ. വർഷങ്ങളായി, നാളുകളായി ഒത്തിരി എണ്ണത്തിന് നീ പറ്റിച്ച് ജീവിക്കുക. പറ, നിന്റെ പേരെന്താ? ഞാനിത് പറഞ്ഞു വരുമ്പോൾ റിയലി ഒരു കാര്യം പറയട്ടെ, വല്ലാത്തൊരു ദൈവഭയം എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. കാരണം ഇത് നിനക്ക് മാത്രമുള്ളതല്ല, പറയുന്നത് എനിക്കുള്ളതാ. മിമിക്രി അല്ല ക്രിസ്തീയ ജീവിതം, വേഷം കെട്ടല്ല ക്രിസ്തീയ ജീവിതം. പറ, നിന്റെ പേരെന്നാ? നിന്റെ ആക്ച്വൽ സ്വഭാവം എന്താ? നീ ആരോടാ പാതിരാത്രി ചാറ്റ് ചെയ്യുന്നേ? നീ ആരോടാ വീഡിയോ കോളിൽ അർദ്ധരാത്രി തുണി മാറ്റാതെ ഇരിക്കുന്ന? പറ, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? പറ. കർത്താവേ, നിനക്ക് അൽഷിമസ് ഉണ്ടോ? നീ മറന്നുപോയോ എൻ്റെ പേര്? കർത്താവേ, നിനക്ക് ഓർമ്മ പെശകുണ്ടോ? നിനക്ക് ഓർമ്മ പെശകുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മ പെശകില്ല. കാരണം എൻ്റെ കർത്താവ് രസതന്ത്രൻ സിനിമ എടുത്തവനല്ല. ഞാൻ കണ്ടിട്ടില്ല, കാണാനിട്ട് എനിക്ക് നേരമില്ല. പക്ഷെ ആരാണ്ട് പറഞ്ഞു ഓർമ്മ നഷ്ടപ്പെട്ടവൻ്റെ ഒരു ഫിലിമാണെന്ന്. കർത്താവ് രസതന്ത്രം എടുത്തവനല്ല, ഉണ്ടാക്കിയവനാണ്. രസതന്ത്രം, കെമിസ്ട്രി. കർത്താവിന് ഓർമ്മ പോകത്തില്ല. പിന്നെ എന്താ കർത്താവ് ഈ ചെറുക്കൻ്റെ പേര്? യാബോക്ക് കടവിൽ നിൽക്കുന്ന ഇവൻ്റെ പേര് നീ മറന്നുപോയോ? ഇല്ല, ഇവൻ അപ്പനെ കളിപ്പിച്ചവനാ, ഇവൻ ചേട്ടനെയും കളിപ്പിച്ചവനാ. പക്ഷെ എൽ ഷഡായിയെ കളിപ്പിക്കാൻ കഴിയത്തില്ല. പറ, നിന്റെ പേരെന്നാ? നിന്റെ പേരെന്നാ? നിന്റെ പേരെന്നാ? പറ, നിന്റെ ആക്ച്വൽ പേര് പറ. കാരണം ഞാൻ ഇറങ്ങി വന്നത് നിനക്ക് വേറൊരു പേരുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പേര്, ഞാൻ കൊണ്ടുവന്ന പേരിൽ നീ കയറണമെങ്കിൽ നിന്റെ ഒറിജിനൽ പേര് നീ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നോ? ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റേ പേരിൽ തുടർന്നുള്ള ഭാവിയിൽ നീ അറിയപ്പെടണമെങ്കിൽ മറ്റേ ഒറിജിനൽ പേര് നീ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. നീ എത്ര നാട്യം കളിച്ചാലും എത്ര നാടകം കളിച്ചാലും നടക്കത്തില്ല. അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ കർത്താവ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാബോക്ക് കടവിൽ ഇറങ്ങുന്നെന്ന് യാക്കോബിനോട് ചോദിച്ചു. പറ, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്ത്? നിന്റെ പേരെന്ത്? അപ്പനെ കളിപ്പിച്ചവൻ അലച്ചുകുവി നിലവിളിച്ച് അവൻ്റെ മുഖം മൂടിയെ മാറ്റിവെച്ച്, നാട്യത്തെ മാറ്റിവെച്ച്, അഭിനയം മാറ്റിവെച്ച് വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. അപ്പനോട് 22 വർഷം മുമ്പ് പറഞ്ഞത് ഏശാവ്. ഇപ്പോൾ 22 വർഷത്തിന് ശേഷം സ്വന്തം സ്തോത്രം സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ആ രാത്രിയിൽ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. മുന്നിൽ എന്നെ കൊല്ലാൻ വരുന്ന ഒരു ഏശാവുണ്ട്, പിന്നിൽ എന്നെ തകർക്കാൻ വരുന്ന ഒരു ലാബാനുണ്ട്. എനിക്ക് മുന്നിലും വെല്ലുവിളി, പിന്നിലും വെല്ലുവിളി. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ പരിപാടി തകർന്നു പോകും. മനുഷ്യൻ്റെ കയ്യിൽ വീണ് ഞാൻ തൊലയുന്നതിനേക്കാൾ അങ്ങയുടെ കയ്യിൽ വീണ് ഞാൻ നന്നാകുന്നെങ്കിൽ അതാണ് നല്ലത്. ഈ തലമുറയിൽ മനുഷ്യൻ്റെ കയ്യിൽ വീണ് ഞാൻ തകരല്ല, അങ്ങയുടെ കരത്തിൽ വീണ് ഞാൻ നന്നാകണം. എൻ്റെ പേര് യാക്കോബ്. ഏറ്റു പറഞ്ഞവനോട് ദൈവം പറഞ്ഞു, no more you shall call Jacob but Israel. എന്നാ കർത്താവേ, നിന്നെ ആരും ഇതുവരെ വിളിക്കാത്ത
ആരും ഇതുവരെ നിനക്ക് തന്നിട്ടില്ലാത്ത പുതിയൊരു ടൈറ്റിലിൽ ഞാൻ നിന്നെ മാനിച്ച് നടത്തുവാൻ വേണ്ടി പോകുന്നു. ഈ പട്ടണത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പാപത്തെ പാപമെന്ന് പറഞ്ഞ് പാപത്തെ എടുത്ത് പുറത്ത് കളഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന നിന്നെ നോക്കി കർത്താവ് പറയുന്നു, നിനക്കൊരു ടൈറ്റിൽ ഉണ്ടാകും. മനസ്സിലാക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഏറ്റു പറയാതെ രക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാതെ, കാപട്യത്തിൽ ജീവിക്കാതെ, സ്തോത്രം, പാപത്തെ പാപമെന്ന് പറഞ്ഞ് സ്തോത്രം അതെ അതിനെ എടുത്തു കളഞ്ഞ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരോട് പിണങ്ങി ജീവിക്കുന്നവർ എന്നെ കേൾക്കുന്നു. മറ്റ് സഭകളിൽ ദൈവദാസന്മാരുടെ ഹൃദയത്തെ തകർത്തുവെന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു? അങ്ങനെയുള്ളവരുണ്ട്. മറ്റ് സഭകളിൽ ദൈവമക്കളുമായി വഴക്കിട്ട് അവരുടെ ഹൃദയത്തെ തകർത്തിട്ട് ക്രൈസ്റ്റ് സെൻ്റർ നല്ല ദൂത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ നിലവിളി നിന്നെ പിന്തുടരുന്നുണ്ട്, അവരെ കണ്ണുനീർ നിന്നെ പിന്തുടരുന്നുണ്ട്, അവിടെ സ്തോത്രം വേദന നിന്നെ പിന്തുടരുന്നുണ്ട്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. സ്തോത്രം. ആ കയ്യിൽ സ്റ്റക്കായി കിടന്ന ആ ചെറുക്കൻ കത്തിയെടുത്ത് മുറിച്ച് കളഞ്ഞതുപോലെ കുറച്ച് വേദനയാണ്, കുറച്ച് രക്തം പോകും, പക്ഷേ തൊലയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ആ ഇടർച്ച വരുത്തുന്നതായ ആ കയ്യെ മുറിച്ച് കളഞ്ഞ് ലൈഫിൻ്റെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുന്നത്. പാപം സ്തോത്രം നിന്നെ തകർക്കുമ്പോൾ, പാപം ശാപം കൊണ്ടുവരുമ്പോൾ, പാപം അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, പാപം ഉയർച്ചയെ തടയുമ്പോൾ, പാപം ശേഷം മനുഷ്യനെ പോലെ നിന്റെ കാഴ്ചപ്പാടിനെ നഷ്ടപ്പെടുത്തി ശത്രുവിൻ്റെ പാളയത്തിൽ ശിംശോന് തുല്യമായി അതേ നിന്നെ സ്തോത്രം അതേ ശത്രുവിൻ്റെ പേക്കോലം ആക്കി തീർക്കുമ്പോൾ ദൈവം പറയുന്നു, നോ, പാപം നിനക്കുള്ളതല്ല. നീ സ്തോത്രം ഈ വചനപ്രകാരം ദൈവകൃപയാൽ ജീവിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് നിൽക്കുമ്പോൾ, യേശുവിൽ നിൽക്കുമ്പോൾ നിനക്കൊരു വിടുതലുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ക്ലാസ്സിലുള്ള മറ്റുള്ളവരെ പോലെ നീ ജീവിക്കല്ലേ, നാട്ടിലുള്ള മറ്റുള്ളവരെ പോലെ ജീവിക്കല്ലേ, നിന്റെ കുടുംബക്കാരെ പോലെ നീ സംസാരിക്കല്ലേ. 3 പേരെ തൊട്ട് പറ, നമ്മൾ അവരെ പോലെയല്ല. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ അവരെ പോലെയല്ല. ബന്ധനങ്ങൾ പൊളിയട്ടെ. എവിടെയാണ് മുട്ടുമടക്കി നീ ഏറ്റു പറയുന്നത്? എവിടെയാണോ മുട്ടുമടക്കിയ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കത് വേണ്ട 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 എന്ന് പറഞ്ഞ് ഏറ്റു പറയുന്നത്, അവിടെ സംഭവിക്കുന്ന സാത്താൻ വിറയ്ക്കും, സ്വർഗം തുറക്കും. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാം വാരി കൂട്ടുന്നതല്ല അനുഗ്രഹം, ആവശ്യമില്ലാത്തത് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം. ഒരുപാട് കാര്യം പറയാൻ തോന്നുന്നു. അടുത്ത പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ബന്ധനമല്ല ആത്മീയ ജീവിതം, സ്വാതന്ത്ര്യമാണ്. പാപം നിന്നെ പിന്നാലെയുണ്ട്, പാപം ആ വാതുക്കൽ കാത്തിരിക്കുന്നു, പാപം ക്ലാസ്സിലുണ്ട്, പാപം സമൂഹത്തിലുണ്ട്, പാപം ഫോണിലുണ്ട്, പാപം പെണ്ണിലുണ്ട്, ആണിലുണ്ട്. പാപം ഇട്ട് നിന്നെ സ്തോത്രം ബന്ധിക്കുവാൻ, നിന്നെ അടിമപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പാപത്തെ കൃപയാൽ ജയിക്കുക. എങ്ങനെ ജയിക്കുക? ശബ്ദമുയർത്തി. അത് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല കുട്ടി, കർത്താവിൻ്റെ കഴിവുണ്ടെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. 2 പേരെ തൊട്ട് പറ, വേറെ വഴിയില്ല. പറഞ്ഞേ, ഇൻ ജീസസ് നെയിം. ഏതോ ജൂനിയർ ശബ്ദം ഞാൻ കേട്ടു, വേറെ വഴിയില്ല. യെസ്, വേറെ വഴിയില്ല. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അപ്പോൾ സ്തോത്രം. സൂക്ഷിച്ചോളണേ, സൂക്ഷിച്ചോളണേ, എന്നെ സൂക്ഷിച്ചോളണേ, എന്നെ സൂക്ഷിച്ചോളണേ, എന്നെ സൂക്ഷിച്ചോളണേ. സ്തോത്രം. പാപം ബന്ധനം കൊണ്ടുവരുന്നു. നമ്പർ 2, പാരമ്പര്യം ബന്ധനം കൊണ്ടുവരുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ പാരമ്പര്യം ബന്ധനം കൊണ്ടുവരുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. സ്തോത്രം. കിട്ടിയെങ്കിൽ ബൈബിൾ നോക്കി വായിക്കുക, ഇല്ലെങ്കിൽ ആ സ്ക്രീനിൽ നോക്കി ശബ്ദമുയർത്തി വീട്ടിൽ സംസാരിക്കുന്ന ലിപിയിൽ വായിച്ചാട്ടെ. ശബ്ദമുയർത്തി വായിക്കുക. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ ഉള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തിരുവചനം പറയുന്നു, വെയിൻ ട്രഡീഷനിൽ നിന്ന്,
വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീണ്ടെടുത്തിരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. രണ്ട് പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന് നല്ല പാരമ്പര്യം. നമ്മളെല്ലാവരും ജനിച്ചു വളർത്തപ്പെട്ട കുടുംബം തരുന്ന നല്ല പാരമ്പര്യമുണ്ട്. മാതാപിതാക്കൾ തരുന്ന നല്ല പാരമ്പര്യങ്ങളുണ്ട്. നമ്മുടെ ദേശം, നമ്മുടെ സൊസൈറ്റി നമുക്ക് നൽകുന്നതായ നല്ല പാരമ്പര്യങ്ങളുണ്ട്. ആ നല്ല പാരമ്പര്യങ്ങൾ നമ്മിൽ നിലനിൽക്കണം. നല്ല പാരമ്പര്യം നമ്മിൽ നിലനിൽക്കണം. എൻ്റെ പിതാവ് നല്ല കഠിനമായി അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. 85-ാമത്തെ വയസ്സ് വരെയും എൻ്റെ പപ്പ ഡ്രൈവ് ചെയ്യുമായിരുന്നു. 85-ാമത്തെ വയസ്സ് വരെയും എൻ്റെ പപ്പ പല പശുക്കളെ വളർത്തുമായിരുന്നു. സ്തോത്രം. പറമ്പിൽ ഭയങ്കരമായി കൃഷി ചെയ്യുമായിരുന്നു. ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അധ്വാനിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനകത്തും പുറത്തും ഓടി നടക്കുമ്പോൾ അനേകർ ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്? കാരണം എൻ്റെ അപ്പൻ്റെ ആ നല്ല ട്രഡീഷനാണ് എനിക്കുള്ളത്. എൻ്റെ പപ്പ നല്ല കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് ഈ വിശുദ്ധ പുസ്തകമായി കഠിനാധ്വാനം ചെയ്യുവാൻ ആ നല്ല പാരമ്പര്യം എന്നെ സഹായിക്കുന്നു. എൻ്റെ മമ്മി നല്ലൊരു പ്രാർത്ഥനക്കാരിയാണ്. എൻ്റെ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് മമ്മിയോട് സുഹിത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, സ്തോത്രം ഇവിടെ എന്നെ പൈപ്പാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. അത് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുന്നത് കൊണ്ട് ഇവിടെ എന്നെ പൈപ്പാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ ബ്രദർ ചോദിക്കുമായിരുന്നു. അങ്ങനെ മക്കൾക്ക് വേണ്ടി കരയുന്ന എല്ലാ മാതാപിതാക്കളും നോക്കി ഞാൻ പറയട്ടെ, കരയുന്ന ഹന്നയ്ക്ക് പ്രവചിക്കുന്ന ശമവേലുണ്ടായിരിക്കും. കരയുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ, പ്രാർത്ഥിച്ചതിനേക്കാൾ, വിശ്വസിച്ചതിനേക്കാൾ അമിതമായ ദൈവകൃപയിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും സ്തോത്രം അനുഗ്രഹിക്കപ്പെടുന്നത് സ്തോത്രം നിങ്ങൾ കാണുന്ന ഗ്യാരണ്ടിയോടെ ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നല്ല പാരമ്പര്യങ്ങളുണ്ട്. കുടുംബത്തിൽ മാതാപിതാക്കൾ നമുക്ക് നൽകുന്നതായ നല്ല പാരമ്പര്യങ്ങളുണ്ട്. അതേ സമയത്ത് എൻ്റെ പിതാവ് വളരെ ഏർലി തന്നെ സ്തോത്രം അദ്ദേഹം ഡയബറ്റിക് ആയിരുന്നു. എൻ്റെ മാതാവ് സ്തോത്രം അവർ പെൻഷൻ പറ്റി ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഹാർട്ടിന് പ്രോബ്ലം ഉള്ള മാതാവായി തീർന്നു. വർഷങ്ങളായി മമ്മി പേസ് മേക്കറിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. വർഷങ്ങളായി പേസ് മേക്കറിലാണ് ജീവിക്കുന്നത്. സോ നോക്കണമേ, അങ്ങനെയുള്ളതായ നെഗറ്റിവിറ്റി ഉണ്ട്. ഫാളൻ വേൾഡ്, വീണുപോയ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിൻ്റെ അപ്പൻ ഡൊണാൾഡ് ട്രംപ് ആയാലും നിൻ്റെ അമ്മ വിക്ടോറിയ രാജ്ഞി ആയാലും, ആ കോമ്പിനേഷൻ ഒന്ന് ചിന്തിച്ച്. അപ്പൻ അമേരിക്കയിൽ നിന്നുള്ള ഡൊണാൾഡ് ട്രംപ്, അമ്മ UK നിന്നുള്ള വിക്ടോറിയ രാജ്ഞി. അപ്പോൾ വീട് എവിടെയായിരിക്കും? അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരിക്കും. സ്തോത്രം. അങ്ങനെ ഏത് വലിയ കൊട്ടാരത്തിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടാലും, എത്ര വലിയ നല്ല അപ്പനെ നിങ്ങൾ തിരഞ്ഞെടുത്താലും, എത്ര നല്ല അമ്മയെ തിരഞ്ഞെടുത്താലും, സ്തോത്രം, വീണ് പോയ ലോകമായതുകൊണ്ട് ആ വീട്ടിലുള്ളതായ വെയിൻ ട്രഡീഷൻ, തിന്മയായ പാരമ്പര്യങ്ങൾ, അപ്പൻ്റെ തിന്മ, അമ്മയുടെ തിന്മ നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ സാധ്യതയുണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്. അതങ്ങനെയാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങളുണ്ട്. പക്ഷെ വ്യർത്ഥ പാരമ്പര്യം നിങ്ങളിലേക്ക് ആമ ഇഴഞ്ചാൻ തോട് പോലെ. എന്നെ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നിന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ മാത്രം മുഖമുദ്രയാണ് ആമ ഇഴഞ്ചാൻ തോട്. തിരുവനന്തപുരത്തിൻ്റെ അനുഗ്രഹമല്ല, അഴുക്കുചാലാണ്. സ്തോത്രം. ആമ ഇഴഞ്ചാൻ തോട് ഇവിടെ മന്ദം ഒഴുകിയിറങ്ങുന്നത് പോലെ വെയിൻ ട്രഡീഷൻസ്, വ്യർത്ഥ പാരമ്പര്യങ്ങൾ, അപ്പനിൽ നിന്ന് തിന്മയായത്, അമ്മയായിൽ നിന്ന് തിന്മയായത്, വ്യർത്ഥ പാരമ്പര്യങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വരാറുണ്ട്. അതാണ് സമൂഹത്തിൽ നിങ്ങൾ പലപ്പോഴും കാണുന്നത്. അപ്പന് BP, മക്കൾക്കും BP, അമ്മയ്ക്ക് ക്യാൻസർ, മക്കൾക്കും ക്യാൻസർ. പക്ഷേ ടുഡേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ അപ്പൻ്റെ പുതപ്പ് നിനക്കുള്ളതല്ല. ആ അപ്പൻ്റെ പുതപ്പ് നിനക്കുള്ളതല്ല. കാരണം സ്തോത്രം, ആ തിന്മയ്ക്കും നിനക്കുമെതിരെ, ആ വെയിൻ ട്രഡീഷൻ, ആ വ്യർത്ഥ പാരമ്പര്യത്തിന് നിനക്കും എതിരെ ഇന്ന് പകൽക്കാലം പുറപ്പെട്ടിരിക്കുന്നു ഒന്നുണ്ട്. അതിൻ്റെ പേരാണ് യേശുവിൻ്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞ എല്ലാവരും ഒരിക്കൽ കൂടെ
യെസ്, ഉദാഹരണമായി സ്തോത്രം വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിക്കുന്നത് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലും സെയിം ഡ്രാമ ഒരുപോലെ നടക്കുകയാണ്. ഒരേ നാടകം, സ്തോത്രം, ഒരേ സ്റ്റോറി ഒരേപോലെ നടക്കുകയാണ്. 20-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും സ്തോത്രം ഒരേ സ്റ്റോറിയാണ്, പക്ഷേ ക്യാരക്ടേഴ്സ് മാത്രം വ്യത്യാസമാണ്. ഒരേ കഥയാണ്, പക്ഷേ അഭിനയിക്കുന്നവർ വ്യത്യാസം എന്ന് പറയുന്നത് പോലെ 20-ാം അധ്യായത്തിൽ അബിമേലെക്ക് വില്ലനാണ്, സാറ നായികയാണ്, അബ്രഹാം നായകനാണ്. ഒരിക്കൽ കൂടെ 20-ാം അധ്യായത്തിൽ അബ്രഹാം സ്തോത്രം നായകനാണ്, അതെ, സാറ നായികയാണ്, വില്ലൻ അബിമേലെക്കാണ്. ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ണു തുറന്നു. നായകനും നായികയും വില്ലനും എന്നൊക്കെ കേട്ടപ്പോൾ സിനിമാ കഥയല്ല, ഗ്ലോറിയസ് ഗോസ്പൽ, തേജസിന്റെ സുവിശേഷമാണ് പറയുന്നത്. 26-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം നായകൻ ഇസഹാക്കാണ്, നായിക റബേക്കയാണ്, വില്ലൻ മാറുന്നില്ല, അബിമേലെക്ക് തന്നെയാണ്. സെയിം പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യുകയാണ്. അബ്രഹാമിൻ്റെ തലമുറയിൽ അബിമേലെക്ക് ഏത് സ്തോത്രം ക്രമത്തിലാണോ ആക്രമിച്ചത് അതേ രീതിയിലുള്ള ആക്രമണം അടുത്ത തലമുറയിലുള്ളതായ ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിൽ നേരെ ഇതാ കടന്നു വന്നിരിക്കുന്നു. സഹോദരന്മാരെ, നിന്റെ അപ്പൻ്റെ ഭൂതം ചത്തിട്ടില്ല. അപ്പൻ മരിക്കും, പക്ഷെ അപ്പൻ്റെ ഭൂതം ചത്തിട്ടില്ല. അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും, സ്തോത്രം, പക്ഷേ ആ ഭൂതം ചത്തിട്ടില്ല. പൂർവികർ മരിച്ചു, പക്ഷേ ആ പൂർവികരുടെ പോരാട്ടം ചത്തിട്ടില്ല. അത് തലമുറയായി. ഓ, നീ പുന്നവിള വീട്ടിലുള്ളതാണല്ലേ, അടുത്ത തലമുറയിൽ സ്തോത്രം ഞാൻ നിന്നെ വെട്ടും. അവർക്ക് 45-ൽ ഡയബറ്റിക് വന്നു, നിനക്കും 45-ൽ ഡയബറ്റിക് ഉണ്ടാകും. അവർക്ക് 37-ൽ ഹൈപ്പർ ടെൻഷൻ വന്നു, നിനക്ക് 37-ൽ ഹൈപ്പർ ടെൻഷൻ വരും എന്ന് പറഞ്ഞ് നിന്റെ നോക്കി, നിന്റെ വയസ്സ് നോക്കി ഏതൊക്കെയോ ജംഗ്ഷനിൽ വാളോങ്ങി അന്ധകാര ശക്തി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവ് പറയുന്നു, അത് ഫലിക്കത്തില്ല. അത് ഫലിക്കത്തില്ല. ഇത് ഭയങ്കര അനുഗ്രഹം. ഇത് വേറെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുക, ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. കമാണ്, ഇത് ഭയങ്കര വിടുതല. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ വ്യത്യാസം നിന്റെ കുടുംബക്കാരുടെ നടുവിൽ, നിന്റെ ആരോഗ്യത്തില്, നിന്റെ സമ്പത്തില്, നിന്റെ ജീവിതത്തില് കർത്താവ് പ്രത്യക്ഷമായി ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോവാ. നിന്റെ കുടുംബക്കാർക്ക് ഉണ്ടാകുന്നതായ വിഷയം, നിന്റെ ബന്ധുക്കൾക്കുണ്ടാകുന്നതായ പ്രശ്നം യേശുവിൻ്റെ രക്തം നിമിത്തം സ്തോത്രം നിന്നെ തൊടുകയില്ല. കാരണം ക്രിസ്തു യേശുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ബന്ധനത്തിൻ്റെ ജീവിതമല്ല, സകല പാരമ്പര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. മനസ്സിലാക്ക്, അപ്പൻ്റെ BP നിനക്കുള്ളതല്ല, അമ്മയുടെ ഹൃദയരോഗം നിനക്കുള്ളതല്ല, അപ്പൻ്റെ ഡയബറ്റിക് നിനക്കുള്ളതല്ല. കമാൺ, 3 പേര് തൊട്ട് പറഞ്ഞാട്ടെ, അതൊന്നും നമ്മളെ തൊടത്തില്ല. പെട്ടെന്ന് പറഞ്ഞു മക്കളെ, അതൊന്നും നിങ്ങളെ തൊടത്തില്ല. വേദപുസ്തകം പറയുന്നു, ഇവാൻസ് ബ്രദറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രസംഗം പറയാം. സ്തോത്രം, അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി, ഇസഹാക്കിൻ്റെ കാലത്തും ക്ഷാമമുണ്ടായി. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി, ഇസഹാക്കിൻ്റെ കാലത്തും ക്ഷാമമുണ്ടായി. അബ്രഹാം ക്ഷാമം കണ്ടിട്ട് നേരെ ഈജിപ്തിലേക്ക് ഓടിപ്പോയി. സ്തോത്രം, അതെ, ആരുമായിട്ട്? ഹാഗറുമായിട്ട് എൻറ്റാങ്കിൾ ചെയ്തു. ഇഷ്മായേൽ ജനിച്ചു. സ്തോത്രം, നോക്ക്, അബ്രഹാമിൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അതിപ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇഷ്മായേൽ ജനിക്കാൻ പാടില്ല. ബട്ട് ബിക്കോസ് ഓഫ് ദ സർക്കംസ്റ്റാൻസ് ആൻഡ് സെനാരിയോ, സാഹചര്യം മോശമായത് നിമിത്തം ആ ക്ഷാമം അബ്രഹാമിനെ ഓടിച്ചു. സ്തോത്രം, അപ്പനെ പ്രശ്നം ഓടിച്ച് വലിയ പ്രശ്നത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. ഒരിക്കൽ കൂടെ അപ്പനെ, പൂർവികരെ, നിന്റെ വീട്ടിൽ നടന്ന പൂർവികരെ പ്രശ്നങ്ങൾ ഓടിച്ച് വലിയ പ്രശ്നത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ 2025 ജനുവരി മാസം ഇന്ന് എത്രയാ തീയതി? 12-ാം തീയതി ദൈവകൃപയാൽ വിളിച്ചു പറയട്ടെ, ഒരു വിഷയം നിന്നെ ഓടിപ്പിക്കത്തില്ല. പ്രശ്നങ്ങൾ നിന്നെ ഓടിക്കത്തില്ല. എഴുതിയിട്ട് കാണാതെ പഠിക്കുക. പ്രോഫസി, ആ പ്രവചന ദൂത് എഴുതിയിട്ട്, വിഷയങ്ങൾ നിന്നെ ഓടിക്കത്തില്ല. നേരെ തിരിച്ച് വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്നിൽ നിന്ന് ഓടിപ്പോകും. വിഷയങ്ങൾ നിന്നിൽ നിന്ന് ഓടിപ്പോകുക.
സ്തോത്രം. അബ്രഹാമിന്റെ പാളയത്തിൽ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. എക്സാക്ട്ലി. സ്തോത്രം. ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമമുണ്ടായി. അബ്രഹാം പ്രശ്നത്തിലേക്ക് സ്തോത്രം അതെ മാറ്റപ്പെട്ടു. തമിഴാണ് പറഞ്ഞത്. അബ്രഹാം പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് ചെന്നുപെട്ടു. പക്ഷേ ഇസഹാക്ക് സ്തോത്രം അത് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അന്ന് രാത്രി അർദ്ധരാത്രിയിൽ സ്നേഹിതൻ വെളിപ്പെട്ടു. അന്ന് രാത്രി അർദ്ധരാത്രിയിൽ സ്നേഹിതൻ കർത്താവ് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഒരിടത്തും പോകുന്നില്ല. നിന്റെ അപ്പനില്ലാത്തൊരു കൊയ്ത്ത്. നിന്റെ അപ്പനില്ലാത്ത ഒരു കൊയ്ത്ത് ഏറ്റെടുക്കണം. മക്കളെല്ലാം സ്തോത്രം പറയണം. ഹേ, 12 വയസ്സോ 13 വയസ്സോ 15 വയസ്സോ 18 വയസ്സോ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നിന്റെ അമ്മയ്ക്കില്ലാത്ത ഒരു കൊയ്ത്ത്, നിന്റെ അപ്പനില്ലാത്ത ഒരു കൊയ്ത്ത്, നിന്റെ പൂർവികർക്കില്ലാത്ത ഒരു അനുഗ്രഹം, നിന്റെ കുടുംബക്കാർക്കില്ലാത്ത ഒരു അനുഗ്രഹം നിന്റെ പേരിൽ നിന്റെ പേരിൽ നിന്റെ പേരിൽ നിന്റെ പേരിൽ നിന്റെ പേരിൽ അപ്പച്ചൻ കരുതി വച്ചിരിക്കുകയാണ്. യെസ് 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 Yes, yes, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. You know the truth and truth shall set you free. Oh, come on. Hallelujah. സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൻ സ്തോത്രം ക്ഷാമകാലത്ത് ചെന്ന് സ്തോത്രം അത് ഇഷ്മാലെ ജനിപ്പിക്കുന്നതായ ഹാഗരമായി പെട്ടു എങ്കിൽ കർത്താവ് പറയുന്നു, നോ, അപ്പൻ്റെ പേര് ദൂഷിക്കപ്പെട്ടെടുത്ത് അപ്പൻ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് അതെ അവൻ എൻജാങ്കിൾ ചെയ്തെങ്കിൽ കർത്താവ് പറയുന്നു, നോ 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 നോ, നിന്റെ തലമുറയിൽ ഇസഹാക്കേ നിന്റെ പേരിൽ ഞാനൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവൻ്റെ വയലുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ, മറ്റുള്ളവൻ്റെ സ്റ്റോർ ഹൗസ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ, മറ്റുള്ളവൻ്റെ വയലിൽ ഒരു ചുക്കും നടക്കാതിരിക്കുമ്പോൾ നിന്റെ വയലിൽ ഞാനൊരു കൊയ്ത്ത് പാട്ട് കൽപ്പിപ്പാൻ പോകുകയാണ്. ഒരു ഉപകാരം ചെയ്യണം. 3 പേരെ തൊട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറഞ്ഞേ പറ്റുള്ളൂ. സ്പെഷ്യൽ പാക്കേജ് റിലീസ് ആകും. പറഞ്ഞേ, ഒരു സ്പെഷ്യൽ പാക്കേജ്, ഒരു സ്പെഷ്യൽ പാക്കേജ് നിനക്ക് മാത്രം, നിന്റെ മാത്രം, നിന്റെ മാത്രം, നിന്റെ മാത്രം, നിന്റെ മാത്രം. നിന്റെ കൊച്ചപ്പൻ്റെ മക്കൾക്കതില്ല, കാരണം അവർ പാരമ്പര്യത്തില്ല. നിന്റെ ബന്ധുക്കൾക്കില്ല, കാരണം അവർ യേശുവിലില്ല. പക്ഷെ നീ യേശുവിലാണ്, നീ യേശുവിലാണ്, യേശു നിന്നിലുമാണ്. നീ ഓ ലോർഡ് ഹെൽപ് മീ ജീസസ്, ഹല്ലേലൂയ. നീ യേശുവിലാണ്, യേശു നിന്നിലാണ്, യേശു നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സ്തോത്രം, പൂർവികരുടെ ആ തിന്മ സ്തോത്രം നിന്നെ തൊടുകയില്ല. അവ്യർത്ഥ പാരമ്പര്യം നിനക്കുള്ളതല്ല. അപ്പൻ കിടന്ന രോഗക്കിടക്കയിൽ നീ കിടക്കത്തില്ല. അപ്പൻ ഇട്ട സ്തോത്രം ഹോസ്പിറ്റൽ ഡ്രസ്സ് നീ ധരിക്കയില്ല. അപ്പനെ അമ്മയെ അറുത്ത് കീറിയ ഓപ്പറേഷൻ കത്തി നിന്നെ തൊടുകയില്ല. നിന്റെ ബോഡി കീറാതിരിപ്പാൻ വേണ്ടിയാണ് പിലാത്തോസിന്റെ അരമനയിൽ 39 ചാട്ടവാറിനാൽ അതെ അവൻ കീറപ്പെട്ടത്. അവന്റെ അടിപ്പിണരുകളാൽ, ആ യേശുപ്പച്ചന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ബന്ധുക്കൾ സ്തോത്രം, അതെ നിനക്കുള്ളത് എനിക്കുണ്ട്, എൻ്റെ പ്രശ്നം നിനക്കുണ്ട്, നിൻ്റെ രോഗം ഞങ്ങൾക്കുണ്ട്. ഓ, ഇത് നമ്മളെ കുടുംബക്കാരാ എന്ന് പറയുമ്പോൾ സ്തോത്രം വേറെത്തൻ വ്യത്യസ്തനായിട്ട് വരികയാണ്. വേറെത്തൻ വ്യത്യസ്തനായിട്ട് വരാം. നമ്മളുടെ തലയിൽ വീണതൊന്നും അവൻ്റെ തലയിൽ വീണിട്ടില്ല. സ്തോത്രം, അതെ അവൻ നമ്മുടെ ആളാണ്, നമ്മുടെ വീട്ടുകാരനാണ്. പക്ഷെ നമുക്കുള്ള തിന്മയൊന്നും അവനെ തൊടുന്നില്ല. നീ വ്യത്യസ്തനാണ്. അർത്ഥം ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ വീട്ടിൽ നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ, നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ, നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ, നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ പുതിയൊരു ട്രെൻഡ് ഒരിക്കൽ കൂടെ, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ പുതിയൊരു ട്രെൻഡ്, പുതിയൊരു രീതി, പുതിയൊരു ട്രെൻഡ് കർത്താവ് ഈ തലമുറയിൽ നിന്നിലൂടെ സെറ്റ് ചെയ്യാൻ പോവാ. ഇത് ആന്ധ്രയിലോ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രസംഗിച്ചെങ്കിൽ ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് ഭയങ്കരമായിട്ട് ആരാധിക്കുമായിരുന്നു. ഒരിക്കൽ കൂടെ പുതിയൊരു ട്രെൻഡ് നിന്നിലൂടെ കർത്താവ് സെറ്റ് ചെയ്യുകയാണ്. പുതിയൊരു ട്രെൻഡ്, പുതിയൊരു രീതി. എന്താണ് ലൈഫ്, എന്താണ് സാമ്പത്തികം, എന്താണ് ആരോഗ്യം, എന്താണ് കുടുംബജീവിതം, എന്താണ് ആത്മീയ ശുശ്രൂഷ, എന്താണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. യെസ് 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 നിന്നിലൂടെ പുത്തരിക്കണ്ട മൈതാനമല്ല,
പുത്തിരിക്കണ്ട മൈതാനമല്ല, വേദയേറുവ കൺവെൻഷൻ ഗ്രൗണ്ട് അല്ല, നിന്റെ ലൈഫിലൂടെ നിന്നിലൂടെ സുവിശേഷത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കാരണം വ്യർത്ഥ പാരമ്പര്യം നിനക്കുള്ളതല്ല. ക്രിസ്തുവിലുള്ള ജീവിതം ബന്ധനം അല്ല, ക്രിസ്തുവിലുള്ള ജീവിതം സ്വാതന്ത്ര്യമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ചെയറിലിരുന്ന്, ഈ കസേരയിലിരുന്ന് ഇത് കേട്ടിട്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, അടുത്ത മാസങ്ങൾ വ്യത്യാസപ്പെടുകയാണ്, അടുത്ത വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാവിയെ കർത്താവ് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫ്യൂച്ചർ ഡെസ്റ്റിനി മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭാവി മാറുന്നു വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ. പാപം ബന്ധനം കൊണ്ടുവരുന്നു, പാരമ്പര്യം ബന്ധനം കൊണ്ടുവരുന്നു. നമ്പർ 3, മൂന്നാമത്, ആകാത്ത വേലക്കാരുടെ കൈവെപ്പ് ബന്ധനങ്ങൾ കൊണ്ടുവരുന്നു. ആകാത്ത വേലക്കാരൻ്റെ കൈവെപ്പ് ബന്ധനം കൊണ്ടുവരുന്നു. ആകാത്ത വേലക്കാരൻ്റെ കൈവെപ്പ് ബന്ധനം കൊണ്ടുവരുന്നു. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ വായിച്ചേ. ആമേൻ പറഞ്ഞേ. ഇല്ലെങ്കിൽ ആ സ്ക്രീനിലേക്ക് നോക്കിയേ. റെഡി? ശബ്ദം ഉയർത്തുക, ശക്തിയോടെ വായിച്ചേ. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു. ഓക്കെ, സ്തോത്രം. തിമോഥെയോസ് എന്ന യുവാവുമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൗലൂസ് കണക്ട് ചെയ്യുകയുണ്ടായി. ഈ ചില കണക്ഷൻ നിൻ്റെ ലൈഫിനെ മാറ്റുന്നതാണ്, ചില കണക്ഷൻ നിന്നെ തൊലയ്ക്കുന്നതുമാണ്. എന്താ രണ്ടാമത് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുന്നത്? ചില കണക്ഷൻ, സ്തോത്രം, അതെ, നിന്നെ നന്നാക്കുന്നതാണ്, ചിലത് നിന്നെ നശിപ്പിക്കുന്നതാണ്. നിൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു ഏണിയുണ്ട്. ഒന്നിലത് യാക്കോബിൻ്റെ ഗോവേണിയായി മേലേക്ക് പോകും, ഇല്ലെങ്കിൽ അത് കുഴിയിലോട്ട് ഇറങ്ങുന്ന വേറൊരു ഏണിയാണ്. എല്ലാവരുടെയും കയ്യിലും ഒരു ഏണിയുണ്ട്. അതുകൊണ്ട് മേലേക്ക് നിന്നെ കയറ്റുന്നതാകട്ടെ നിൻ്റെ ഫ്രണ്ട്സ്, മേലേക്ക് നിന്നെ ഉയർത്തുന്നതാകട്ടെ നിൻ്റെ ദൈവദാസന്മാർ, മേലേക്ക് നിന്നെ കയറ്റുന്നതാകട്ടെ നിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾ. പൗലൂസ്, സ്തോത്രം, തിമോഥെയോസുമായി കണക്ട് ചെയ്തു. അവൻ്റെ അപ്പൻ വന്ന് ഗ്രീക്കാണ്, യവനനാണ്. അമ്മ വന്ന് യഹൂദ്യ സ്ത്രീയാണ്. അവൻ്റെ സ്തോത്രം വലിയമ്മച്ചയുടെ പേര് ലോവീസ്, അമ്മയുടെ പേര് യുനിക്ക. സ്തോത്രം, അവൻ്റെ പേര് അതെ തിമോഥെയോസ്. 3 തലമുറയായി അവൻ വിശ്വാസിയാണ്. കമൺ, ഞാൻ നിങ്ങളുടെ കരം കാണാൻ ആഗ്രഹിക്കുന്നു. 3 തലമുറയായി വിശ്വാസിയായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 3 തലമുറ സന്തോഷപ്രദമുണ്ട്. 3 തലമുറ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ വലിയപ്പച്ചൻ 3 തലമുറയായി. അപൂർവം ചിലരുണ്ട്, നിങ്ങൾക്കായി സ്തോത്രം, 3rd ജനറേഷൻ. സോ എക്സാക്ട്ലി ഇങ്ങനെ 3 തലമുറ ദൈവത്തെ സേവിക്കുന്ന നല്ലൊരു യുവാവായിരുന്നു ഈ തിമോഥെയോസിനെ പൗലൂസ് കൂട്ടി. പൗലൂസിൻ്റെ കൂടെ അവൻ നടന്നു. ആ അസോസിയേഷൻ അവന് അനുഗ്രഹമായി തീർന്നു. പടിപ്പടിയായി ദൈവം തന്നെ പണിതു, പടിപ്പടിയായി ദൈവം തന്നെ വളർത്തി, പടിപ്പടിയായി ദൈവം തന്നെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തി. സഭാചരിത്രം പറയുന്നു, പൗലൂസിൻ്റെ മരണശേഷം പൗലൂസിന് തത്തുല്യമായി അല്ലെങ്കിൽ പൗലൂസിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തിമോഥെയോസ് എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അടുത്ത പോയിന്റിൽ ഞാൻ പറയും ഇതേ സെൻറ്റൻസ്. ആരുടെ കൂടെ നടക്കുന്നോ അതുപോലെ നീ ആയിത്തീരും. ഹല്ലേലൂയ. സോ തിമോഥെയോസ്, സ്തോത്രം, പൗലൂസിൻ്റെ കൂടെ നടന്നു. അവസാനം സ്തോത്രം സഭയുടെ ഏറ്റവും ഫോർഫ്രണ്ട് ലീഡർ ആയിത്തീർന്നു. അങ്ങനെ പൗലൂസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൗലൂസിനെ പോലെ, അല്ലെങ്കിൽ പൗലൂസിനെക്കാളും ഏറ്റവും ശക്തമായി തനിക്ക് എത്തിച്ചേരുവാൻ സഹായിച്ച ഒരു ആത്മീയ ഘടകമുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ പൗലൂസിന് തുല്യമായിട്ടോ പൗലൂസിനെക്കാളുമോ ഏറ്റവും ശക്തമായി തന്നെ സ്തോത്രം എത്തിച്ചേരുവാൻ സഹായിച്ച ഒരു ആത്മീയ ഘടകമുണ്ടായിരുന്നു. അതായിരുന്നു ഹാൻഡ്ലിങ്. അതായിരുന്നു സ്തോത്രം, അതെ, ഏതൊക്കെയോ ദൈവദാസന്മാർ തൻ്റെ മേൽ കൈവച്ചു. സഹോദരന്മാരെ, എൻ്റെ കണ്ണ് നോക്കിയാട്ടെ, അത് വളരെ ശക്തിയുള്ളതായ ഒരു കാര്യമാണ്.
ഹാൻഡ് ലേയിങ്, കൈവയ്പ്പ്, അത് വളരെ ശക്തിയുള്ളതായ കാര്യമാണ്. പഴയ നിയമത്തിലെ അങ്ങനെയാണ്. സ്തോത്രം. അതെ, മോശ യോശുവയുടെ മേൽ കൈവച്ചു, അവൻ ഞാൻ ആത്മാപൂർണനായി തീർന്നു. സോ പല കൈവയ്പ്പുകൾ തിരുവചനത്തിൽ കാണുവാൻ തക്കൊണ്ട് കഴിയും. ഒരു വലിയ ഡാമിൽ നിന്ന് താഴ്വരയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, ഒരിക്കൽ കൂടെ, നിറഞ്ഞ ഡാമിൽ നിന്ന് താഴ്വരയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, സ്തോത്രം, കൃപയുള്ള, അഭിഷേകമുള്ള, ശുശ്രൂഷയുള്ള, അവസാനം ഞാൻ പറയട്ടെ, ജീവിതമുള്ള, കൃപയുള്ള, ശുശ്രൂഷയുള്ള, അഭിഷേകമുള്ള, അതിനേക്കാൾ ഉപരി ജീവിതമുള്ള ഒരു ദൈവദാസൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നതായ ഒരു ദൈവകൃപയുണ്ട്. അത് സംശയമില്ലാത്തതായ കാര്യം. അതിൻ്റെ പേര് ഇമ്പാർട്ടേഷൻ, ആത്മപകർച്ച എന്ന് പറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, റൈറ്റായിട്ടുള്ള ശരിയായ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ ദൈവകൃപ നിങ്ങളുടെ മേൽ കടന്നു വരുന്നു. നേരെ തിരിച്ച് തെറ്റായ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ ദൈവകൃപ നിങ്ങളിൽ നിന്ന് അന്യപ്പെടുന്നു. ഒരിക്കൽ കൂടെ, കൃപയുള്ള ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ആ കൃപാവരത്തിൻ്റെ ഒരു അഗ്നി നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ജ്വലിപ്പാൻ ഇടയായിത്തീരുന്നു. എന്നാൽ കൃപയില്ലാത്തവൻ, ജീവിതമില്ലാത്തവൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഉള്ള തീ പോലെ കെട്ടുപോകുന്നു. എന്തൊരു ശാന്തത, എന്തൊരു ശാന്തത. സ്തോത്രം. നിങ്ങൾക്ക് ചിലർക്ക് ആ അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നവൻ്റെ മീറ്റിങ്ങിന് പോയി, അതോടെ പ്രാർത്ഥന ജീവിതം, സ്തോത്രം, താഴേക്ക് പോയി. ഇന്നവൻ്റെ യോഗത്തിന് പോയി, പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇന്ന പുള്ളി എൻ്റെ തലമേൽ കൈവച്ചു, എനിക്കൊരു ഉത്സാഹമില്ല. ഒരു വല്ലാത്ത ഡാർക്ക് ക്ലൗഡ്, ഇരുണ്ട മേഘം എൻ്റെ ചുറ്റും, സ്തോത്രം, ഇതാ കിടക്കുന്നു. ഒരു ദൈവമുള്ള ഒരു മീറ്റിങ്ങിന് കയറിയാൽ, ദൈവമുള്ള ഒരു മീറ്റിങ്ങിന് നീ കയറിയാൽ, മങ്ങിക്കത്തുന്നവനായി നീ കയറി ആളിക്കത്തുന്നവനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. നിങ്ങൾ കൈയടിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു നല്ല കാര്യം പറയാം, ഇന്ന് പകലും വന്നതുപോലെ ഒറ്റയെണ്ണം തിരിച്ചു പോകത്തില്ല. അത് എൻ്റെ കഴിവല്ല, എനിക്ക് നിനക്ക് മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവിൻ്റെ കഴിവാണ്. ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നിന്റെ പോക്കറ്റിനെ ഊറ്റുന്നതല്ല. ഒരിക്കൽ കൂടെ, ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നിന്റെ പോക്കറ്റിനെ ഊറ്റുന്നതല്ല, പകരം ദൈവകൃപയിൽ നിന്നെ ജ്വലിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ വേറെ ചിലവന്മാരുടെ മീറ്റിങ്ങിന് കയറി ചെല്ലുമ്പോൾ നിൻ്റെ ഉത്സാഹം പോകുകയാണ്, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം, സ്തോത്രം, അത് നശിക്കുകയാണ്. നിൻ്റെ ചിന്ത കാട് കയറുകയാണ്. അതുവരെ ചിന്തിക്കാത്തതായ പാപകാര്യങ്ങൾ നീ ചിന്തിക്കുകയാണ്. അതുവരെ ഇല്ലാത്ത ലോകമോഹം നിൻ്റെ അകത്ത് കയറുകയാണ്. അതുവരെ ഇല്ലാത്ത ബിസിനസ് മെൻറ്റാലിറ്റി വേക്കനാകുകയാണ്. എന്തോ കിട്ടും എന്ന് പറയുന്ന വല്ലാത്ത ഒരു ഗ്രീഡിനെസ്, ഒരു അത്യാഗ്രഹം, പണത്തിന് വേണ്ടിയുള്ള ഒരു അത്യാഗ്രഹം നിൻ്റെ ഉള്ളിൽ, സ്തോത്രം, വ്യാപരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ബ്ലൈഡ് കമ്പനിയല്ല ദൈവസഭ. ബ്ലേഡ് കമ്പനിയല്ല ദൈവസഭ. ഓ, ഇത് സെക്കൻഡ് സർവീസ് അല്ലേ? സെക്കൻഡ് സർവീസ് നിറഞ്ഞ സദസ്സിൽ ഞാൻ പറയട്ടെ, ക്രൈസ്റ്റ് സെൻ്ററിൻ്റെ ഓഫീസിൽ നിന്നല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളെ പൈസയ്ക്ക് വേണ്ടി ഫോൺ ചെയ്യുന്നെങ്കിൽ കൊടുക്കരുത്, തിരിച്ചു കിട്ടത്തില്ല. ഒരിക്കൽ കൂടെ, ക്രൈസ്റ്റ് സെൻ്ററിൻ്റെ ഓഫീസിൽ നിന്നല്ലാതെ വേറെ ആര് ഫോൺ ചെയ്താലും, സ്തോത്രം, വേറെ ആര് ഫോൺ ചെയ്താലേ എൻ്റർടൈൻ ചെയ്യല്, പൈസ ചോദിക്കല്, സ്തോത്രം, പൈസ ചോദിക്കുന്നതിൽ കൊടുക്കല്, അത് തിരിച്ചു കിട്ടത്തില്ല. രണ്ടുപേരെ തൊട്ട് പറയും, ഇത് ബ്ലേഡ് കമ്പനിയല്ല. പെട്ടെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ബ്ലേഡ് കമ്പനിയല്ല. എന്ത് കിട്ടും എന്നതല്ല സുവിശേഷം, എന്ത് കിട്ടും എന്നതല്ല. കുരുടൻ ബർത്തിമായി അവരോട് ചോദിക്കും, എടാ, യേശുവിൻ്റെ പിന്നാലെ പോയോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എൻ്റെ പുതപ്പ് പോയി. റിയലി? അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ എന്തോ കിട്ടി, എനിക്ക് കിട്ടി എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ബർത്തിമായി പറയും, പുതപ്പ് പോയി. എടാ മോശെ, നീ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ നിനക്കെന്ത് പോയി? അത് കൊട്ടാരം പോയി. സ്തോത്രം. അബ്രഹാമേ, നീ കർത്താവിൻ്റെ പിന്നാലെ പോകാനായി തീരുമാനം, നിനക്കെന്തോ പോയി? അത് മെസൊപ്പൊത്താമിയ വിട്ടു. പൗലോസേ, സ്തോത്രം, നീ യേശുവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പോയി, നിനക്കെന്തോ പോയി? അത് ലാഭമായതെല്ലാം ആരോ എന്നെ തുറച്ചു നോക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. വന്നിട്ട് പറഞ്ഞാട്ടെ, ബ്രദർ സുരേഷ് ബാബു, സുവിശേഷ വേലയ്ക്ക് ഈ തലമുറയിൽ ഇറങ്ങിയിട്ട് നിനക്ക് എന്തോ പോയി? ഒരു നല്ല ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 1-2 കാര്യമല്ല, ഒരു നല്ല ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയാം. സോ അർത്ഥം, സക്സസ്ഫുൾ മിനിസ്ട്രി എന്ന് പറയുന്നത് ചർച്ചിനെ കറവ പശു ആക്കുന്നതല്ല.
ഇനി ചർച്ചിനെ കറവപ്പശുവാക്കി കമ്മീഷൻ എടുക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തന്തൂരി ചിക്കനല്ല, തന്തൂരി വിശ്വാസിയായി അന്തസ്സായി നീ നരകത്തിൽ വേകാൻ വേണ്ടി പോകുകയാണ്. ഓ കമോൺ, എന്തൊരു ശാന്തത! എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ. സോ റോങ് ദൈവദാസന്മാർ, റോങ് സുവിശേഷം, റോങ് പാസ്റ്റേഴ്സ്, റോങ് സഭകൾ ഇന്നും സ്തോത്രം വിശ്വാസികളെ വശീകരിക്കുമ്പോൾ, സെഡ്യൂസ് ചെയ്യുമ്പോൾ റൈറ്റായ ദൈവദാസന്മാരുണ്ട്. ദൈവകൃപയോടെ ജീവൻ കൊടുത്ത് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. ജീവൻ കൊടുത്ത്, ജീവൻ പണയം വെച്ച് ജീവിക്കുന്ന രക്തസാക്ഷികളായി സ്തോത്രം ദൈവകൃപയോടെ മാതൃകാപരമായി ജീവിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. കരങ്ങൾ അടിച്ച് അവർക്കായി ദൈവത്തെ സ്തുതിച്ച്. അവർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, അവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. ലോകത്തിൽ അവർ അപ്രശസ്തരാണ്, പക്ഷെ സ്വർഗത്തിൽ അവർ പ്രസിദ്ധരാണ്. ഓ കമാൻ, സ്വർഗമൊരു സർപ്രൈസിന്റെ പ്ലേസ് ആണ്. സ്വർഗമൊരു പ്രസിദ്ധമാണ്. സ്വർഗമൊരു അതിശയത്തിന്റെ സ്ഥലമാണ്. നേരമില്ല, പെട്ടെന്ന് പോകട്ടെ. സോ റോങ് റോങ് ഹാൻഡ് ലൈങ്, തെറ്റായ കൈവപ്പ്. ഏലീശ കൈവച്ചാൽ ഇരട്ടിപ്പങ്ക് അഭിഷേകം. ആ പുതപ്പിലാണ്ടോ പുള്ളി ചുറ്റി ഇരിക്കുന്ന ഏലിയാവിൽ നിന്ന് വീണതായ ആ പുതപ്പിൽ ചുറ്റിയിരിക്കുന്ന മനുഷ്യനാണ് ഏലീശ കൈവച്ചാൽ ചെറുക നീ ആ ഇരട്ടി അഭിഷേകത്തിൽ നീ ജ്വലിക്കും. ഏലീശ കൈവച്ചാൽ ജ്വലിക്കും. പക്ഷേ ഏലീശ കൈവയ്ക്കേണ്ടതിന് പകരം മറ്റേ ഗേഹസി കൈവച്ചാൽ ഇന്റർനാഷണൽ കുഷ്ഠരോഗം നിന്നിൽ പകരം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, സൂക്ഷിച്ച് വേണം തല കൊടുക്കാൻ. പെട്ടെന്ന് പറഞ്ഞേ, സൂക്ഷിച്ച് വേണം തല കൊടുക്കാൻ. സൂക്ഷിച്ച് വേണം തല കൊടുക്കാൻ. എലീശയ്ക്ക് തല കൊടുത്താൽ ഇരട്ടി അഭിഷേകത്തിന് നീ ജ്വലിക്കും. പക്ഷേ ഗേഹസിക്ക് തല കൊടുത്താൽ നിന്റെ ജീവിതം ഹത്തം ഹോകയാ, നിന്റെ ജീവിതം പോകും. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, ഗേഹസി ഓടിയത് ഇന്റർനാഷണൽ രഥത്തിൻ്റെ പിന്നാലെയാ. സ്തോത്രം, നയമാൻ്റെ രഥത്തിൻ്റെ പിന്നാലെയാ ഗേഹസി ഓടിയത്. ഗേഹസി ഓടിയത് രഥത്തിൻ്റെ പിന്നാലെയാ. എടാ കുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് വല്ല സ്തോത്രം ഓസ്ട്രേലിയയുടെ അമേരിക്കയുടെ രഥത്തിൻ്റെ പിന്നാലെ ഓടാനല്ല, എല്ലാവരുടെയും രഥത്തിൻ്റെ മുന്നിൽ ഓടാനാ. എല്ലാ രഥത്തിൻ്റെ മുന്നിലോടാനാ. ഒരു പ്രപ്പോസൽ നിൻ്റെ കുട്ടിക്ക് വരുമ്പോൾ, ഞാൻ കൃത്യമായി പറയട്ടെ, ഒരു പ്രപ്പോസൽ നിൻ്റെ കുട്ടിക്ക് വരുമ്പോൾ, അത് അമേരിക്കയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയാണ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡ്. കുളിര് കോരല്ല മക്കളെ, കുളിര് കോരല്ല. കാരണം നിന്നെ നിയന്ത്രിക്കുന്നത് മറ്റേ വിസയല്ല, നിറം മാറുന്ന പാസ്പോർട്ടല്ല, ദൈവഹിതം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവഹിതം. കേട്ടില്ല? ദൈവഹിത സർവജയ. ഒരിക്കൽ കൂടെ, ദൈവഹിത സർവജയ. സോ ഏതോ രാജ്യത്ത് നിന്ന് വരുന്ന അമ്മാമ്മയുടെ രഥത്തിന് പിന്നാലെ, അച്ചാച്ചൻ്റെ രഥത്തിന് പിന്നാലെ, പാസ്റ്റർ രഥത്തിൻ്റെ പിന്നാലെ ഓടാനല്ല ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം, ആഹാബിൻ്റെ രഥത്തിന് മുൻപിൽ ഓടിയ ദൈവത്തിൻ്റെ കരം ഇറങ്ങി നിന്ന ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിന് മുന്നിൽ ഓടിയതുപോലെ ഇൻ ജീസസ് നെയിം സകല രഥങ്ങളുടെ മുന്നിലോടുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. സോ സ്തോത്രം, അത് ഗേഹസി കൈവച്ചാൽ അവിടെ നിശ്ചയമായി വെളിപ്പെടുന്നതായ ഒരു ആത്മീയ നന്മയുണ്ട്. പൗലോസ് നല്ലൊരു ദൈവദാസനാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറഞ്ഞത്, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നീ ജ്വലിക്കുക. സ്തോത്രം. തിമോത്തിയോസിന് ഇത് 2ാം വട്ടമാണ് ഈ കൈവെപ്പ് ലഭിച്ചത്, അല്ലെങ്കിൽ തിമോത്തിയോസിൻ്റെ ലൈഫിൽ വന്ന ഈ കൈവെപ്പിനെ കുറിച്ച്. ഇത് ആദ്യത്തെ കൈവെപ്പല്ല, ഇത് 2ാമത്തെ കൈവെപ്പാണ്. കാരണം 1 തിമോത്തിയോസ് 4:14 വായിക്കുമ്പോൾ മൂപ്പന്മാർ നിൻ്റെ മേൽ കൈവച്ചു എന്നൊരു പ്രയോഗമുണ്ട്. മൂപ്പന്മാർ, ചർച്ചിൻ്റെ എൽഡേഴ്സ് നിൻ്റെ മേൽ കൈവച്ചു, സഭയുടെ എൽഡേഴ്സ്, മൂപ്പന്മാർ നിൻ്റെ മേൽ കൈവച്ചു. സോ മൂപ്പന്മാർ കൈവച്ചപ്പോൾ നീ മൂപ്പനായി തീർന്നു. അർത്ഥം, എൽഡേഴ്സ് കൈവച്ചപ്പോൾ സ്തോത്രം നീ സഭയുടെ ഒരു എൽഡറായി. എന്നാൽ പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസ് കൈവച്ചപ്പോൾ താനൊരു അപ്പോസ്തലനായി. എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, നാളെ ശുശ്രൂഷയിൽ അധികത്തിൽ ദൈവം നിന്നെ വിചാരകനാക്കും. സ്തോത്രം. അല്പത്തിൽ വിശ്വസന. സൺഡേ സ്കൂൾ ക്ലാസ് ആയിരിക്കാം, യൂത്ത് മീറ്റിംഗ് ആയിരിക്കാം, 4 വിശ്വാസിയായിരിക്കാം, അതിൽ വിശ്വസ്തനായിരിക്കുക. അല്പത്തിൽ വിശ്വസ്തനായി. നിന്റെ സ്മാർട്ട്നെസ് അല്ല വെളിപ്പെടേണ്ടത്, നിന്റെ എബിലിറ്റി അല്ല വെളിപ്പെടേണ്ടത്. ദൈവം നോക്കുന്നത് നിന്റെ വിശ്വസ്തതയാണ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വസ്തത.
വിശ്വസ്തതയാണ്. വിശ്വസ്തത. അല്പത്തെ വിശ്വസനായിരിക്കും, ദൈവം തന്നെ അധികത്തിൽ വിജയനാകും. സോ മൂപ്പന്മാർ അവൻ്റെ മേൽ കൈവച്ചപ്പോൾ, സ്തോത്രം, മൂപ്പന്മാർ തിമോഥെയോസിന് മേൽ കൈവച്ചപ്പോൾ അവൻ മൂപ്പനായി തീർന്നു. പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസ് കൈവച്ചപ്പോൾ അവൻ ഒരു അപ്പോസ്തലനായി തീർന്നു. അർത്ഥം, സ്തോത്രം, ദൂതിതാണ്. ഇന്ന് പകൽക്കാലം റൈറ്റായ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ നിനക്കത് വിടുതലാണ്. യഥാർത്ഥ ശരിയായ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ നിന്നെ മേൽ കൈവയ്ക്കുന്നത് നിനക്ക് അനുഗ്രഹമാണ്. ജീവിതമുള്ളവനെ കണ്ടാൽ, ശുശ്രൂഷയുള്ളവനെ കണ്ടാൽ വെറുതെ വിടല്ല. ജീവിതമുള്ളവനെ കണ്ടാൽ, ശുശ്രൂഷയുള്ളവനെ കണ്ടാൽ. ഒന്നാമത് ശുശ്രൂഷയല്ല ഞാൻ പറഞ്ഞത്, ഒന്നാമത് ജീവിതമാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ, സ്തോത്രം, ജീവിതമാണ് ഒരുവനെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. ലൈഫുള്ളവനെ കണ്ടാൽ, ശുശ്രൂഷയുള്ളവനെ കണ്ടാൽ വെറുതെ വിടല്ല. എന്നിട്ട് ചെന്ന് ആ ദൈവദാസന്മാരോട് പറയണം, സ്തോത്രം, ഐ നീഡ് യുവർ ബ്ലെസ്സിങ്, ഐ നീഡ് യുവർ പ്രേയേഴ്സ്, ഐ നീഡ് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ അതേ പ്രാർത്ഥന എനിക്ക് ആവശ്യം. ഐ ഗ്യാരണ്ടി യു, ജീവിതമുള്ളവൻ, ശുശ്രൂഷയുള്ളവൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവിടെ പകരുന്നതായൊരു ദൈവകൃപയുണ്ട്. അതെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. നിങ്ങൾ വചനം തുറന്ന് വായിക്കുമ്പോൾ അതൊരിക്കലും പഴയതുപോലെ ആയിരിക്കത്തില്ല. ബൈബിളിൽ ഇതുവരെ കാണാത്തത് നിങ്ങൾ കാണും, ഇതുവരെ ചിന്തിക്കാത്ത നന്മകൾ നിങ്ങൾ ചിന്തിക്കും. വെളിപ്പാടിൻ്റെ ചേമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. സോ ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ, കഴുകന്മാർ കാറ്റിൽ പറന്നുയരുന്നത് പോലെ ആത്മീയ ജീവിതം ഉയർത്തപ്പെടുന്നത് ദൈവകൃപകൾ നിങ്ങൾ കാണും. സോ അതുകൊണ്ട് കൈവയ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരങ്ങളിൽ അടിച്ച ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് പകലും യേശുവിൻ്റെ രക്തം നമ്മുടെ കരങ്ങളെ കർത്താവ് ഒന്ന് വിശുദ്ധീകരിക്കട്ടെ. സ്വന്തം കരങ്ങൾ നോക്കി പറഞ്ഞാട്ട് യേശുവിൻ്റെ രക്തം ചെയ്യാം. പറഞ്ഞേ, ഓ, ശബ്ദം ഉയർത്തി പറഞ്ഞ്, യേശുവിൻ്റെ രക്തത്താൽ, പറ. അങ്ങനെയല്ല, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കരങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കമോൺ, ആ വാക്യം പറഞ്ഞാട്ടെ. എൻ്റെ കരങ്ങളെ യുദ്ധത്തിനായിട്ടും പോരിനായിട്ടും കർത്താവേ അവിടുന്ന് അഭ്യസിപ്പിച്ചാട്ടെ. ആ കരങ്ങൾ നോക്കി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കൈ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ബന്ധനങ്ങൾ തകരും. പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ശക്തി ഈ കരങ്ങളിലൂടെ വ്യാപരിക്കുക. ആ കരങ്ങളെ ഞാനൊന്ന് കാണട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. ആ കരങ്ങളെ സ്വർഗമെന്ന് കാണട്ടെ. കമാൺ 30 സെക്കൻഡ്. ഈ വിടുതലിൻ്റെ കരങ്ങൾ, സൗഖ്യത്തിൻ്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി 30 സെക്കൻഡ്. കമാൺ, ലൗഡർ. കമാൺ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. Hallelujah. സോ പാപ ബന്ധനത്തെ കൊണ്ടുവരുന്നു. രണ്ട്, പാരമ്പര്യ ബന്ധനത്തെ കൊണ്ടുവരുന്നു. തെറ്റായ കൈവപ്പ് ബന്ധനത്തെ കൊണ്ടുവരുന്നു. രണ്ട് കാര്യം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. നമ്പർ 4, റോങ് അസോസിയേഷൻ. തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ സ്തോത്രം നിങ്ങൾക്ക് ബന്ധനം കൊണ്ടുവരുന്നു. തെറ്റായ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ബന്ധനം കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ നേരെ തിരിച്ച് ശരിയായ കൂട്ടുകെട്ടുകൾ, റൈറ്റ് റിലേഷൻ, റൈറ്റ് അസോസിയേഷൻ നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുന്നു. തെറ്റായ സ്തോത്രം കൂട്ടുകെട്ടുകൾ, അത് സഭയാകാം, ഈവൻ കൂട്ടായ്മ പോലെ ആകാം. നിങ്ങൾ കൊട്ടാരക്കരയെന്നോ അടൂരെന്നോ നാഗർകോയിലെന്നോ അല്ലെങ്കിൽ സ്തോത്രം പോണ്ടിച്ചേരിയിൽ നിന്നായിരിക്കാം തിരുവനന്തപുരത്ത് വന്നത്. ഒരു റോങ് ഫെലോഷിപ്പിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ, ഒരു തെറ്റായ സഭയിലേക്ക് കയറി ചെന്നാൽ അവിടുത്തെ മുഴുവൻ അഴുക്കും കൂടെ നിങ്ങളുടെ മേൽ വീഴും. വെള്ളം പൊങ്ങുമ്പോൾ, കിഴക്കൻ നാട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ ആദ്യം വരുന്നത് കരിയിലയും അഴുക്കും പെരുമ്പാമ്പുമായിരിക്കും. മനസ്സിലായോ? ആദ്യം വെള്ളം പൊങ്ങുമ്പോൾ തെളിഞ്ഞ വെള്ളമല്ല വരുന്നത്. ഇതുപോലെ ഒരു ചർച്ചിലേക്ക് ചിലപ്പോൾ കയറി ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളുടെ മേൽ ചാടി വീഴുന്നത് ശരിയായ നല്ല ആൾക്കാരായിരിക്കത്തില്ല. കടം വാങ്ങാൻ കാത്തിരിക്കുന്ന കള്ളന്മാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പതിയിരിപ്പുകാരായിരിക്കാം. ഇൻ ജീസസ് നെയിം. നിങ്ങൾക്ക് വേണ്ടിയത് റോങ് അസോസിയേഷൻ അല്ല, നിങ്ങൾക്ക് വേണ്ടിയത് റൈറ്റ് അസോസിയേഷനാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വരുന്ന പെണ്ണുങ്ങൾ സൂക്ഷിക്കുക. സ്തോത്രം. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് റോങ് അസോസിയേഷൻ അല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന റൈറ്റ് അസോസിയേഷൻ അല്ല, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്തോത്രം റോങ് അസോസിയേഷനാണ്. അതുകൊണ്ട് സ്തോത്രം, അതെ, നിങ്ങൾക്ക് വേണ്ടിയത് തെറ്റായ ബന്ധങ്ങളല്ല, ശരിയായ ബന്ധങ്ങളാണ്. നിങ്ങൾ എത്ര വലിയ ദർശനമുള്ളവരായാലും, എത്ര വലിയ കൃപാവരമുള്ളവരായാലും, എത്ര വലിയ നിയോഗമുള്ളവരായാലും, തെറ്റായ ബന്ധത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടാൽ, തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് താഴേക്കാണ്. തെറ്റായ ബന്ധത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ കനൽക്കട്ട ആയിരിക്കേണ്ട നിങ്ങൾ എപ്പോൾ കരിക്കട്ട ആയി എന്ന് ചോദിച്ചാൽ മതി. എന്തൊരു ശാന്തത!
ഞാൻ വചനത്തിലൂടെ തെളിയിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 11, 2 മുതൽ 4 വരെ. ശബ്ദമുയർത്തി വായിക്കുമോ? എല്ലാവരും ശബ്ദമുയർത്തി വായിക്കുമോ? എഴുതി കഴിഞ്ഞെങ്കിൽ ശബ്ദമുയർത്തി വായിച്ച്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ള നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവനോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവയെ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പേൻ. ഹല്ലേലൂയ. കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പേൻ. കേട്ടവരെല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു മക്കളെ. യോഹന്നാൻ കാരാഗൃഹത്തിലാണ്. ഏത് യോഹന്നാൻ? പ്രിയനായ യോഹന്നാനല്ല, സ്നാപക യോഹന്നാൻ, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടന്നിട്ട് സിലബസിലില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുന്നു. സിലബസിലില്ലാത്ത ചോദ്യം. എന്താ സിലബസിലില്ലാത്ത ചോദ്യം എന്ന് ഞാൻ പറഞ്ഞേ? മക്കളെല്ലാവരും കേൾക്കുന്നു? സിലബസിലില്ലാത്ത ചോദ്യം എന്ന് അങ്കിൾ എന്താ പറഞ്ഞേ? യേശു കർത്താവിനെ ഇവൻ ദൈവപുത്രനെന്ന് വഴിയൊരുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവനാണ്, സ്തോത്രം, ഈ യോഹന്നാൻ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ വഴിയൊരുക്കുന്നവനാണ് യോഹന്നാൻ. പക്ഷേ അവൻ തന്നെ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, ഞാൻ വഴിയൊരുക്കിയത് വേസ്റ്റായി പോയോ? ഞാൻ സ്നാനപ്പെടുത്തിയത് റോങ് പേഴ്സണെ ആയിപ്പോയോ? മീനിങ്, വരുവാനുള്ള നീയാണോ അതോ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? വരുവാനുള്ള നീയാണോ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? നേരത്തെ 2 പ്രാവശ്യം ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞവനാ. യോഹന്നാൻ സുവിശേഷം 1:28, യോഹന്നാൻ സുവിശേഷം 1:36. സ്തോത്രം. 2 വട്ടം ആവർത്തിച്ച് അല്പം പോലും സംശയമില്ലാതെ വിൽക്കാതെ നോക്കിയ കണ്ണോർന്നേക്ക് സ്തോത്രം. ഇവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന്, ഇവൻ സ്തോത്രം മെശിഹ എന്ന്, ഇവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞ്, ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞവനാ. പണ്ട് ഭയങ്കര പ്രസംഗമായിരുന്നു, പണ്ട് ഭയങ്കര ആരാധനയായിരുന്നു, പണ്ട് ഭയങ്കര ശുശ്രൂഷയായിരുന്നു. എന്തൊരു പറയാ? എക്സാക്ട്ലി. ആ ഗതികേട് നമുക്കുണ്ടാകല്ലേ. കാലേ പറഞ്ഞതുപോലെ അന്നത്തെ ആരോഗ്യം ദൈവമക്കളെ, 100 കണക്കിന് പ്രസംഗം എനിക്ക് പറയാം. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് എന്താ പറയേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, നഷ്ടപ്പെട്ട പ്രതാപത്തെ, നഷ്ടപ്പെട്ട ശുശ്രൂഷകളെ ഓരോഹോഷ യെസ് കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്. ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ഏതൊക്കെയോ കൊയ്ത്ത് അല്പം കൊയ്തിട്ട് നിർത്തിയവർ, പകുതി കൊയ്തിട്ട് നിർത്തിയവർ, മുക്കാൽ കൊയ്തിട്ട് നിർത്തിയവർ, ഇന്ന് പകൽക്കാലം നിന്റെ അരിവാളിന് ദൈവം തിരികെ നൽകുകയാണ്. യെസ്, റിസ്റ്റോർ 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 റിസ്റ്റോർ. പ്രാപിക്ക യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ പേരിലൊരു കൊയ്ത്തുണ്ട്, നിന്റെ പേരിലൊരു ശുശ്രൂഷയുണ്ട്. കേരളത്തിൽ നീ അറിയപ്പെടുന്നവളാണ്. ഇന്ത്യൻ ചർച്ചിന് നീ ഫെമിലിയർ ആകുവാൻ പോകുന്നു. ഗ്രാമങ്ങൾ നിനക്കായി കാത്തിരിക്കും.
വംശങ്ങൾ നിനക്കായി വേദി ഒരുക്കും. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? ഗ്രാമങ്ങൾ നിനക്കായി കാത്തിരിക്കും, വംശങ്ങൾ നിനക്കായി വേദി ഒരുക്കും. ഓരോബോ ശഖല ബാബാ ബാബാ. യെസ് 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 യെസ്. ഇന്ധനം ഇന്ധനം ഇന്ധനങ്ങൾ പകരുകയാണ്. ഒരു വാഹനത്തിൽ ഇന്ധനം നിറയുന്നത് പോലെ, ഒരിക്കൽ കൂടെ, ഒരു വാഹനത്തിൽ ഇന്ധനം നിറയുന്നത് പോലെ, ഒരു വാഹനത്തിൽ ഇന്ധനം നിറയുന്നത് പോലെ ഇത് പകൽ ആരെയൊക്കെ കർത്താവ് നിറച്ചെടുക്കുന്നു. ദീർഘ ദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്. എല്ലാ പാസ്റ്റർമാരുടെ മക്കളും കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. പാസ്റ്റേഴ്സിൻ്റെ മക്കൾ, സുവിശേഷ വേലക്കാരുടെ മക്കൾ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. സുവിശേഷ വേലക്കാരുടെ മക്കൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. വണ്ടർഫുൾ വണ്ടർഫുൾ. സുവിശേഷ വേലക്കാരുടെ മക്കൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്യാത്ത ശുശ്രൂഷ ഈ തലമുറകൾ നിങ്ങളിവിടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. Come on, come on, come on. നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്യാത്ത ശുശ്രൂഷ, നിങ്ങളുടെ വലിയപ്പച്ചന്മാർ ചെയ്യാത്ത ശുശ്രൂഷ, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്യാത്ത ശുശ്രൂഷ നിങ്ങളിവിടെ ദൈവം ചെയ്യും. പക്ഷെ നിനക്ക് വേണ്ടിയത് റൈറ്റ് അസോസിയേഷൻ ആണ്, നിനക്ക് വേണ്ടിയത് റൈറ്റ് കമ്പനിയാണ്, നിനക്ക് വേണ്ടിയത് റൈറ്റ് ഫ്രണ്ട്സ് ആണ്. സ്തോത്രം. സ്വർഗം തുറന്ന പിതാവായ ദൈവം പറഞ്ഞത് ഈ യോഹന്നാൻ കേട്ടതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അവൻ്റെ മേലെ പരിശുദ്ധാത്മാ പ്രാപന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നത് കണ്ടതാണ്, അവൻ കേട്ടതാണ്, അവൻ കണ്ടതാണ്. കാണേണ്ടത് കണ്ടു. എന്താ കണ്ടത്? പരിശുദ്ധാത്മാ പ്രാപന്ന ദേഹരൂപത്തിൽ ഇറങ്ങുന്നത് കണ്ടു. ഓ, എനിക്കിന്ന് പകൽക്കാലം ചിലത് കാണാൻ ആഗ്രഹമുണ്ട്. ഐഫൽ ടവർ അല്ല, കാലിഫോർണിയയിൽ കത്തുന്ന തീയല്ല, യൂട്യൂബിൽ വല്ലവനെ വല്ലവളെ അല്ല എനിക്ക് കാണേണ്ടത്, ആത്മാവ് ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് കാണാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവാത്മാവ് ചലിക്കുന്നത് കാണാൻ കൊതിക്കുന്നവരുണ്ടോ? ദൈവാത്മാവിന്റെ ചലനം കാണാൻ കൊതിക്കുന്നവർ ദാഹത്തോടെ ദൈവത്തെ സ്തുതിച്ച്. ദൈവാത്മാവ് ദേശങ്ങളെ, ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മാറ്റുന്നത് കാണുവാൻ കൊതിക്കുന്നവർ ദൈവത്തെ ആരാധിച്ച്. Yes, 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 yes. Yes, yes. ഉണർവ് കാണും, ചലനം കാണും. ഇവാഞ്ചലിസം, സുവിശേഷീകരണം നീ കാണും. കരങ്ങളെ അടിച്ച് വായി തുറന്ന് ശബ്ദമുയർത്തി. Yes. ബലം. ഞാൻ പറഞ്ഞു, വാഹനം ഫ്യൂൽ സ്റ്റേഷനിൽ കയറുന്നത് പോലെ, വാഹനം ഇന്ധനങ്ങൾ നിറയുന്ന പോലെ. യെസ്, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യല്ല. പുതിയ ഇന്ധനം സ്വർഗീയ ഇന്ധനത്താൽ സെക്കൻഡ് സർവീസ് നിറയുകയാണ്. നിനക്ക് വേണ്ടിയത് റൈറ്റ് പീപ്പിൾ അറൗണ്ട് യു. നിനക്ക് ചുറ്റും നിൽക്കേണ്ടത് ശരിയായ ആൾക്കാരാണ്. ഓ ഗ്ലോറി. 7-star ഫുഡിനേക്കാൾ, ബ്രാൻഡഡ് ഡ്രസ്സിനേക്കാൾ, കോടികളെ സമ്പാദ്യത്തെക്കാൾ അനുഗ്രഹമായ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ബ്രാൻഡഡ് ഡ്രസ്സിനേക്കാൾ, 7-star അക്കോമഡേഷനേക്കാൾ
ഏതോ ഉന്നതമായ ഫെസിലിറ്റിയേക്കാൾ അനുഗ്രഹമായ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ഈ പുസ്തകം പറയുന്ന ഒരു കാര്യമാണ്, റൈറ്റ് പീപ്പിൾ നിനക്ക് ചുറ്റും നിൽക്കണം. റൈറ്റ് പീപ്പിൾ, നിന്നെ പണിക്കുന്നവർ, നിന്നെ ഉയർത്തുന്നവർ, നിന്നെ ദൈവിക ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന റൈറ്റ് പീപ്പിൾ. നിന്നെ വലിച്ച് താഴെ ഇടുന്നവരല്ല, നിന്റെ തുണി അഴിപ്പിക്കുന്നവരല്ല, നിന്നെ നാണം കടത്തുന്നവരല്ല, നിന്നെ പൊളിക്കുന്നവരല്ല. റൈറ്റ് പീപ്പിൾ. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തു യേശുവിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതിയിൽ എത്തിക്കുന്ന റൈറ്റ് പീപ്പിൾ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചോ. അത് സംഭവിക്കാൻ പോവാ. ക്രൂസൈഡിലും സെമിനാറിലും ഇമ്പാർട്ടേഷൻ സെഷനിലും ഒന്നും നടക്കാത്തത് ഈ റൈറ്റ് പീപ്പിളുമായിട്ടുള്ള അസോസിയേഷൻ നടക്കും. ശൗല് രാജാവാണ്, പ്രവചിക്കേണ്ട കാര്യമില്ല. കീശിന്റെ മകൻ ശൗല് രാജാവാണ്, പ്രവചിക്കേണ്ട കാര്യമില്ല. അവൻ രാജാവാണ്, പക്ഷെ പ്രവാചകന്മാരെ കൂടെ നടന്നപ്പോൾ അവനും പ്രവചിച്ചു എങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, നീ ചെയ്യാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരുക്കുവാൻ, നീ ചെയ്യാത്ത ശുശ്രൂഷ നിന്നെ കൊണ്ട് ഒരുക്കുവാൻ, ഐ ആം ഗോയിങ് ടു കണക്ട് വിത്ത് യു വിത്ത് ദ റൈറ്റ് പീപ്പിൾ. പക്ഷെ യോഹന്നാൻ അവൻ ജയിലിലായി. അവിടെ കിടക്കുന്ന ഭവനഭേദനക്കാര്, കുലപാതകന്മാര്, കള്ളന്മാര്, കൊള്ളക്കാര്, ദൈവമില്ലാത്ത ജാതികളുടെ നടുവിൽ അവൻ കിടക്കുമ്പോൾ, ദൈവമില്ലാത്ത ആൾക്കാരുടെ നടുവിൽ കിടക്കുമ്പോൾ ആ റോങ് സ്പിരിറ്റ് അവൻ്റെ അകത്ത് കയറി അവൻ്റെ തീയെല്ലാം നഷ്ടപ്പെട്ട്, എന്തോ തീയായിരുന്നു ആ മരുഭൂമിയിൽ, എന്തോ സ്നാനമായിരുന്നു, എന്തോ മിനിസ്ട്രി ആയിരുന്നു. പക്ഷേ റോങ് പീപ്പിൾ, പൊളിറ്റീഷ്യനുമായി കണക്ട് ചെയ്യുമ്പോൾ, ചർച്ച് പൊളിറ്റിക്സ് ഉള്ളവരും അവിടെ കണക്ട് ചെയ്യുമ്പോൾ, ചർച്ചിൽ വോട്ട് പിടിക്കുന്നവർ, ചർച്ചിൽ സ്ഥാനത്തിനും മാനത്തിന് വേണ്ടി നിൽക്കുന്നവർ, ചർച്ചിൽ പ്ലാറ്റ്ഫോമിൽ സ്തോത്രം അവസരത്തിന് വേണ്ടി മാത്രം വരുന്ന അവസരവാദികളുമായി നിൽക്കുമ്പോൾ നിന്റെ തീ നിനക്ക് നഷ്ടപ്പെടുന്നു. അല്ല, എൻ്റെ ചുറ്റും കുറച്ച് ശുശ്രൂഷകരുണ്ട്. അവർ അവസരമല്ല ചോദിക്കുന്നത്, അവർ യേശുവിനാ ചോദിക്കുന്നത്. ആമേൻ. കമാൻ, യേശുവിനെ ചോദിക്കുക. യേശു ഉള്ളവരാ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. അവര് സ്തോത്രം. അതെ, ഈ മനുഷ്യൻ ആ ജയിലിൽ കിടന്നപ്പോൾ അവൻ്റെ വെളിപ്പാടിന് ഫ്ലക്ച്വേഷൻ ഉണ്ടായി. അവൻ ചോദിച്ചു, സ്തോത്രം വരുവാൻ വല്ല നീയാണോ അതോ മറ്റൊരുത്തന് കാത്തിരിക്കണോ? ഒറ്റ സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. സ്തോത്രം. യോഹന്നാൻ റോങ് അസോസിയേഷൻ ആയപ്പോൾ സ്തോത്രം അവൻ്റെ വെളിപ്പാടിന് ഫ്ലക്ച്വേഷൻ ഉണ്ടായി. ഞാൻ പറയട്ടെ, മഹത്വത്തിൽ നീ പൊതിഞ്ഞിരിപ്പാൻ നിനക്കൊരു റൈറ്റ് ഫെലോഷിപ്പ് ആവശ്യം. എൻ്റെ മറുരൂപമലയിൽ ഒരുത്തൻ പമ്പരം പോലെ പെട്ടെന്ന് ഇതാ മുന്നോട്ട് പോകുന്നു. മാൻ ചാടി കയറുന്നത് പോലെ മറുരൂപ മലയിൽ ഒരുത്തൻ ചാടി കയറി പോവുക. ഓ കമാൻ, മാൻ ചാടി കയറുന്നത് പോലെ ഒരുവനതാ ആ മറുരൂപ മലയിൽ ഇങ്ങനെ ചാടി കയറി പോവാ. അതിൻ്റെ കൂടെ പോകുന്ന 3 പേരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പോകുന്ന 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ് വളരെ ആക്റ്റീവാണ്. അർത്ഥം, നിനക്ക് വേണ്ടി ഇത് ആക്റ്റീവ് പീപ്പിളാണ്. നിനക്ക് വേണ്ടിയത് ആക്റ്റീവാണ്. ഉഴപ്പന്മാരല്ല നിനക്ക് വേണ്ടിയത്, അലസന്മാരല്ല വേണ്ടിയത്. നിനക്ക് വേണ്ടിയത് ആക്റ്റീവ്, സുവിശേഷത്തിന് വേണ്ടി ആക്റ്റീവ്. ഓ, അങ്ങനെയുള്ള കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടോ സുവിശേഷത്തിന് വേണ്ടി പട്ടണത്തിൽ ആക്റ്റീവായി നിൽക്കുന്നവർ? ആക്റ്റീവ് 365 ദിവസം ഗോസ്പൽ. എല്ലാവരും ആരാധിച്ചിരുന്നേ, എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നേ. പകർച്ച. അലസതയുടെ കാലങ്ങൾ കഴിഞ്ഞു, നഷ്ടത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു. 365 ദിവസം നിന്റെ ഭവനത്തിൽ ഗോസ്പൽ ആക്ടിവിറ്റി. ലജ്ജിക്കാതെ അന്യഭാഷ പറഞ്ഞ മക്കളെ,
എല്ലാ ശുശ്രൂഷകരും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ജയരാജ് സാറ്, ഇവാൻസ് ബ്രദർ, ജിസൻ, സ്തോത്രം, ശോം സാറ്, സ്തോത്രം, ശുശ്രൂഷകരെല്ലാം, ജോൺസൺ ബ്രദർ, ജോയ് ബ്രദർ, കമാണ്ട് ശുശ്രൂഷകരെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വന്നേ. താങ്ക് യു ജീസസ്. എനിക്ക് എല്ലാവരെയും ഫ്രണ്ടിലേക്ക് വിളിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഐ നോ ദാറ്റ് ബിക്കോസ് ലൈവ് പോകുന്നതുകൊണ്ട് ചിലരെ എനിക്ക് ഐ പർപ്പസ്ലി ഐ വോണ്ട് ടു കം ടു ദിസ് പ്ലാറ്റ്ഫോം. ദിസ് ഈസ് യുവർ പ്ലാറ്റ്ഫോം ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഔട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ പ്രാപിക്കുന്നു എന്തെങ്കിലും? നിങ്ങൾ പ്രാപിക്കുന്നോ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ് ആക്റ്റീവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പത്രോസ് ആക്റ്റീവാണ്. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരെ തൊട്ട് പറയാം, നമ്മൾ ആക്റ്റീവാണ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ ആക്റ്റീവാണ്. രണ്ട് യാക്കോബ് യോഹന്നാനും സ്വന്തം കുടുംബം പോലും വിട്ടിട്ട് സബദിയെ കളഞ്ഞിട്ട് സബദി മക്കളായി ഇറങ്ങി വന്നവരാണ്. നമ്പർ 2, സാക്രിഫൈസ്. രണ്ടാമത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് ത്യാഗത്തോടെ ദൈവത്തെ സേവിക്കുന്നവരുമായി നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ, ത്യാഗത്തോടെ കർത്താവിൻ്റെ സേവിക്കുന്നവരുമായി നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ത്യാഗത്തോടെ കർത്താവിനെ സേവിക്കുന്നത്. ശുശ്രൂഷകരെല്ലാവരും വന്നു. ഐ ഡോ നോ ഞാൻ ആരെങ്കിലും മിസ് ചെയ്തെങ്കിൽ സ്തോത്രം, ഐ എം സോറി. നിങ്ങൾ സ്തോത്രം അങ്ങനെയുള്ളവർ. സ്റ്റാൻലി അങ്കിൾ പ്ലീസ്. അയ്യോ, ഐ റിയലി ഫോർഗെറ്റ് സ്റ്റാൻലി അങ്കിൾ, ഞാൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വരേണ്ടതായിരുന്നു. സപ്പോസ് ടു ബി. താങ്ക് യു ജീസസ്. നോക്ക് ത്യാഗത്തോടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ത്യാഗത്തോടെ. ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ, 2 ത്യാഗത്തോടെ സുവിശേഷ വേല ചെയ്യുന്നവർ. നമ്പർ 3, യോഹന്നാൻ, വെളിപ്പാടുള്ളവൻ. ഈ 3 കൂട്ടർ നിങ്ങളുടെ ചുറ്റും നിൽക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തീ കെട്ടുപോകാതിരിക്കാൻ, നിങ്ങളുടെ മഹത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങളുടെ തീ കെട്ടുപോകാതിരിക്കാൻ ഈ 3 കൂട്ടർ നിങ്ങളിലേക്ക് ഈ 3 കൂട്ടർ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. Shabala hatta janad gandhana baudi dibigam shasi shibana prabudi dibigam skit labo jagadara baudi bala hamda prabhu jagadara bausha. ഇത് ഞാൻ പറയുമ്പോൾ കർത്താവിൻ്റെ പകൽ എന്നോട് പറഞ്ഞത് ഇത് 3 നിങ്ങൾ മേർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ദേവദാസന്മാർ നിങ്ങളുടെ മേൽ കൈ നീട്ടി പ്രാർത്ഥിക്കും. ദേവദാസന്മാർ ഈ സെക്കൻഡ് സർവീസിന് നിങ്ങളെ കരങ്ങളെ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് മുതൽ സുവിശേഷത്തിന് ആക്റ്റീവ് ആകുവാൻ വേണ്ടി പോകുന്നു. നമ്പർ 2 രണ്ടാമത് നിങ്ങൾ സംഭവിക്കുക ത്യാഗത്തോടെ നിങ്ങൾ കർത്താവിനെ സുവിശേഷം വല്ല ചെയ്യാൻ വേണ്ടുന്നത് ത്യാഗത്തോടെ. നമ്പർ 3 നിങ്ങൾ വെളിപ്പാടിൻ്റെ ദൈവദാസിയായി നിങ്ങൾ തീരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിചാരിച്ചത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. Come on, in Jesus name. Hallelujah. ക്രിസ്തുവിൽ ഫ്രീഡം. വെളിപ്പാട് നഷ്ടപ്പെട്ട ജയിലിൽ കിടന്നതായ യോഹന്നാൻ സ്നാപകനെ പോലെയല്ല. സ്തോത്രം. അതെ, എന്നെ ഇടറാത്തവൻ ഭാഗ്യമുള്ളവൻ. യേശുവിൻ്റെ നാമത്തിൽ ഇടർച്ച നിങ്ങൾക്കുള്ളതല്ല, തകർച്ച നിങ്ങൾക്കുള്ളതല്ല. പകരം ഇടറാത്തവരായി ദൈവകൃപയാ നിൽക്കുമ്പോൾ 2 കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. മക്കളെ, 2 കരങ്ങൾ ഉയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആക്റ്റീവായി ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുക. 2 ത്യാഗത്തോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക. 3 വേറെ ആർക്കുമില്ലാത്ത ദൈവിക വെളിപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കുക. ഏറ്റെടുക്കുക. ശബ്ദം ഉയർത്തി. Beautiful. Come on, ശബ്ദം ഉയർത്തി. വളരെ ശക്തമായി പരിശുദ്ധാത്മാവരെയൊക്കെ തൊടുന്ന ഞാൻ കാണുന്നു. വളരെ ശക്തമായി ബന്ധനങ്ങൾ തകരുന്നു. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു. Freedom in the name of Jesus. Freedom.